നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടു. NDA ക്യാമ്പിന് ആവേശം പകരാൻ പ്രധാനമന്ത്രി കേരളത്തിലേക്ക്. മോദി പങ്കെടുക്കുന്ന പാലക്കാട്ടെ പൊതുസമ്മേളനം 2:30-ന്. ദേശീയ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കും. തൃശൂരിൽ വൈകിട്ട് മോദിയുടെ റോഡ് ഷോ. കേരളത്തിൽ SDPI CPM തമ്മിൽ പരസ്യധാരണയാണ്. രണ്ട് സ്ഥാനാർത്ഥികൾ മങ്കടയിലും പിന്നെ അതോടൊപ്പം തന്നെ വേങ്ങര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ. ഇയാൾക്ക് വേറെ എന്തോ സുഖമാണ് കേട്ടോ. ഇല്ല, ഞാൻ മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല. വേറെ എന്തോ അജണ്ടയും കൊണ്ട് വന്നിരിക്കുക. ഡീൽ ആരോപണങ്ങളിൽ കലങ്ങിമറിഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രചാരണം. CPM സ്ഥാനാർത്ഥികളാക്കിയത് SDPI നേതാക്കളെ എന്ന് രമേശ് ചെന്നിത്തല. രാഷ്ട്രീയ നേട്ടത്തിന് നുണ പറയുകയാണെന്ന് മുഖ്യമന്ത്രി. കനഗോലുവിന്റെ ക്യാപ്സൂൾ മാത്രമെന്ന് MA ബേബി. UDFിനെ വെട്ടിലാക്കി SDPI നേതാവ് KM അഷ്റഫിന്റെ വെളിപ്പെടുത്തൽ. തന്റെ പത്രിക പിൻവലിച്ചതിന് പിന്നിൽ UDF നേതാക്കൾ. മതസംഘടനകളെ സമ്മർദ്ദം ചെലുത്തി UDF ലക്ഷ്യം നേടിയെന്നും അഷ്റഫ് ന്യൂസ് 18. UDF മതസംഘടനകളടക്കം സ്വാധീനം ചെയ്തിട്ടാണ് ഞങ്ങളെ പിൻവലിക്കാൻ വേണ്ടി സ്വാധീനം ചെയ്തത്. അതുപോലെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും മതസംഘടനകളുടെ അടക്കം ഭാഗങ്ങളിൽ നിന്നും നല്ല പോലെ സമ്മർദ്ദമുണ്ടായി. അതെല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ്. അവരുടെ പ്രസ്താവനകളിലെ നിങ്ങൾ കേട്ടത്. ശബരിമല യുവതീ പ്രവേശനത്തിൽ നിലപാട് തുറന്നു പറഞ്ഞ CPM. യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കുന്നത് പാർട്ടി നിലപാടല്ലെന്ന് MA ബേബി. ആരാധനാലയങ്ങളിൽ തുല്യതയ്ക്കല്ല വിശ്വാസത്തിനാണ് പ്രാധാന്യമെന്നും CPM ജനറൽ സെക്രട്ടറി. തമിഴ്നാട്ടിലെ മത്സര രംഗത്ത് നിറയാൻ TVK. 234 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ. വിജയുടെ പോരാട്ടം പെരമ്പൂരിലും തൃച്ചി ഈസ്റ്റിലും. യുവാക്കളെയും സ്ത്രീകളെയും വോട്ട് ലക്ഷ്യമിട്ട് പ്രകടന പത്രികയിൽ വാഗ്ദാന പെരുമഴ. വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച ഓശാന ഞായർ. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ. പശ്ചിമേഷ്യൻ യുദ്ധത്തെ അപലപിച്ച് സഭാ നേതൃത്വം. ഇറാനിൽ കരയുദ്ധം ആരംഭിക്കാൻ US നീക്കം. 3500 മറൈൻ ഉദ്യോഗസ്ഥരെ പശ്ചിമേഷ്യയിൽ വിന്യസിച്ചു. ഇറാന് പിന്തുണയുമായി ഇസ്രയേലിന് നേരെ ഹൂതി വിമതരുടെ മിസൈൽ ആക്രമണം. ശക്തമായി തിരിച്ചടിച്ച് ഇറാൻ. കൊച്ചിയിലെ ആഡംബര ഹോട്ടലിലെ ലഹരി വേട്ടയിൽ അന്വേഷണം ക്രൂയിസ് പാർട്ടിയിലേക്കും. ഇവന്റ് മാനേജ്മെന്റ് ഉടമ ഷോൺ നടത്തിയ പാർട്ടിയിലും ലഹരി എത്തിയെന്ന സംശയം. കൊക്കൈനുമായി അറസ്റ്റിലായവരിൽ ഡോക്ടറും അഭിഭാഷകനും. ഭക്ഷണം കഴിച്ചതിന്റെ പണം ചോദിച്ചതിന് ഹോട്ടൽ ഉടമയ്ക്ക് ക്രൂരമർദ്ദനം. കുപ്രസിദ്ധ ഗുണ്ട അട്ടാണി അനീഷ് കൊച്ചിയിൽ അറസ്റ്റിൽ. വട്ടപ്പേര് വിളിച്ച് യുവാവിനെ ആക്രമിച്ച കേസിലും അറസ്റ്റ്. വയനാട് മൂടക്കൊല്ലിയിൽ കാട്ടാന ആക്രമണം. വീട്ടുമുറ്റത്ത് നിന്ന വയോധികയെ ചുഴറ്റിയെറിഞ്ഞു. പരിക്കേറ്റത് 80-കാരി തങ്കമ്മയ്ക്ക്. വാർത്തയിലേക്ക് വിശദമായി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം കേരളത്തിലെത്തും. 2:30-ക്ക് പാലക്കാട് കോട്ട മൈതാനിയിൽ പൊതുസമ്മേളനത്തിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. 12 മണ്ഡലങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളും NDA ദേശീയ സംസ്ഥാന നേതാക്കളും മോദിക്കൊപ്പം വേദി പങ്കിടും. വൈകിട്ട് 4-ന് തൃശൂരിലെത്തുന്ന നരേന്ദ്രമോദി ജില്ലയിലെ NDA സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോയിൽ പങ്കെടുക്കും. വിവരങ്ങളുമായി CB അനുമോദും ആജ്ഞ രവീന്ദ്രനും ചേരുകയാണ്. ആദ്യം അനുമോദിലേക്ക്. അനുമോദ്, 2:30-നാണ് പ്രധാനമന്ത്രിയുടെ ആദ്യ പരിപാടി ആരംഭിക്കുക എന്നതാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം പാലക്കാട് ഡീൽ ആരോപണമാണ്. BJP ഏറ്റവും സാധ്യത കൽപ്പിക്കുന്ന മണ്ഡലവുമാണ്. വലിയ വിവാദങ്ങളിൽ നിറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പാലക്കാട്. മോദിയുടെ വരവ് എങ്ങനെ പ്രതിഫലിക്കും പാലക്കാട്ടെ മണ്ണിൽ? രേണുക, നമുക്കറിയാം BJP കേരളത്തിൽ ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് പാലക്കാട്. മാത്രമല്ല ശക്തമായ പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. അവരുടെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികൾ ഒരാളെ ശോഭാ സുരേന്ദ്രനെ രംഗത്തിറക്കി മണ്ഡലം പിടിച്ചെടുക്കാനാണ് BJPയുടെ ശ്രമം. പ്രചാരണങ്ങളൊക്കെ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. ഇപ്പോൾ
അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രധാനമന്ത്രി കൂടി വരുന്നതോടെ BJPയുടെ പ്രചരണം അതിൻ്റെ ട്രാക്കിൽ മുന്നേറുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നരേന്ദ്രമോദി എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ഇന്ന് ഇവിടെ പങ്കുവെക്കുക എന്നുള്ളത് തന്നെയാണ്. അത് കേവലം പാലക്കാടിന് മാത്രമായിരിക്കില്ല. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്റ്റാൻഡ് അല്ലെങ്കിൽ ദേശീയ തലത്തിലുള്ള നിലപാട് എന്താണ് എന്നുള്ളത് വ്യക്തമാക്കുന്നതായിരിക്കും അദ്ദേഹത്തിന്റെ വാക്കുകൾ. സ്വാഭാവികമായിട്ടും പാലക്കാടിനെ സംബന്ധിച്ച് പ്രതീക്ഷിക്കുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇവിടെ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടും BJP ഉയർത്തുന്നത് കോൺഗ്രസിനെതിരായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വിഷയങ്ങളും മറ്റ് വികസന പ്രശ്നങ്ങളും ഒക്കെയാണ്. അതിന് പിന്നാലെ തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സുഹൃത്തായ കൗൺസിലർ കൂടി സമാനമായ ഒരു കേസിൽപ്പെട്ടതോടെ ഇത് വലിയ തോതിൽ തന്നെ BJP പ്രചരണായുധമാക്കുന്നുണ്ട്. നമുക്കറിയാം, സ്ത്രീ ശക്തിയും സ്ത്രീ സുരക്ഷയും ഒക്കെ എപ്പോഴും പ്രധാനമന്ത്രി പറയുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ, സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അദ്ദേഹം ഈ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് വലിയ തോതിൽ തന്നെ രാഷ്ട്രീയമായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. രണ്ടാമതായിട്ട്, നേരത്തെ രേണുക സൂചിപ്പിച്ചതുപോലെ ഡീൽ ആരോപണം. കേരളത്തിൽ CPM-ന്റെയും BJPയുടെയും ഡീലാണ് പാലക്കാട് എന്നാണ് UDF-ന്റെ പ്രധാനപ്പെട്ട ഒരു ആരോപണം. അതിന് എന്തെല്ലാം മറുപടി ദേശീയ തലത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് മറുപടി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയത്തിൽ അത് പ്രതിഫലിക്കുന്ന ഒന്നായിരിക്കും. വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട നിശ്ചയിക്കുന്ന ഒന്നായിട്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ മാറും. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ നിലപാടുകൾ എന്തൊക്കെയുണ്ട് എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിലെ എന്തെല്ലാം ഉറപ്പ് മോദി നൽകുമെന്നുള്ളതും അറിയേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ ഒപ്പം ഇവിടെ ഈ മോദിയെ കേൾക്കുവാനൊക്കെ വന്നവരാണ്. അമ്മ ഇവിടുന്ന് തന്നെയാണോ? പാലക്കാട് മുമ്പ് കണ്ടിട്ടുണ്ടോ നരേന്ദ്രമോദിയെ? എന്തൊക്കെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പ്രധാനമന്ത്രി പറയുന്നുള്ളതായിട്ട്? ഒന്നും എന്താണ് നിങ്ങളൊക്കെ പ്രതീക്ഷ? പ്രധാനമന്ത്രി എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നതാണ് പ്രതീക്ഷിക്കുന്നത്? അത് നമുക്ക് പറയാൻ പറ്റില്ല. അവരെന്തൊക്കെയാണ് പറയാൻ പറ്റില്ല. എന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ ഒരു പ്രതീക്ഷയൊക്കെയാണ്? വികസനങ്ങൾ കൂടുതലായിട്ട് കൊണ്ടുവരണം. പിന്നെ കാണാനൊരു നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം റോഡ് ഷോയ്ക്ക് ഒന്നും കാണാൻ പറ്റില്ല? കണ്ടിട്ടില്ല. ഇല്ല. അപ്പൊ ഒരു ഭയങ്കര ആകാംക്ഷയുണ്ട് ഒന്ന് കാണണം, നേരിട്ട് അമ്മ ആദ്യമായിട്ടാണോ മോദിയെ കാണാൻ? ആദ്യമായിട്ടാണ്. നന്നായി കാണണം, ഒരാഗ്രഹം കൊണ്ട് വന്നതാണ്. ടിവിയിലൊക്കെ ഇതിന്റെ പ്രസംഗം കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അപ്പൊ നേരിട്ട് കേൾക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് അല്ലേ? അത് കാണാൻ വേണ്ടിട്ട് ഞങ്ങൾ എല്ലാവരും വന്നിരിക്കുന്നത്. കാണാൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് അതിനോട് ഭാഗ്യം കിട്ടിയല്ലോ. നമുക്ക് കാണാമല്ലോ. കഴിഞ്ഞ പ്രാവശ്യം കാണാൻ പറ്റിയില്ല, റോഡ് ഷോ ഒക്കെ കാണാൻ പറ്റില്ല. കാണാൻ പറ്റിയില്ല. നിങ്ങളൊക്കെ ഇവിടുന്ന് പാലക്കാട് പാലക്കാട് മേപ്പറമ്പ് വിശാർമ നഗർ നഗരസഭയുടെ ഭാഗമായിട്ടുള്ള നഗരസഭയിലുള്ള ആൾക്കാർ. നിങ്ങളൊക്കെ എന്തൊക്കെയാണ് നരേന്ദ്രമോദി എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നതാണ് നിങ്ങളൊക്കെ ഒരു പ്രതീക്ഷ? ഒരുപാട് വിഷയങ്ങൾ പാലക്കാടുണ്ടല്ലോ. ഒരുപാട് വിഷയങ്ങൾ. ശോഭാ സുരേന്ദ്രൻ വരണം, ജയിക്കണം, എന്നാലേ ഞങ്ങൾക്കുള്ള ഒരു ആനുകൂല്യങ്ങളൊക്കെ കൊണ്ടുവരണം എന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. എന്തെങ്കിലും വികസന പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുന്നത്? ആ വികസനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകൾക്കുള്ള അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ആവശ്യങ്ങൾ. മോദി പറയുന്നതാണ് വിചാരിക്കുന്നത്. മോദി ഇതുവരെയൊക്കെ ചെയ്തൊക്കെ എല്ലാം നല്ല കാര്യം എല്ലാവർക്കും ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഈ നാട്ടിലും പാലക്കാട് സുരേന്ദ്രനും വരണം. തെരഞ്ഞെടുപ്പിന്റെ തന്നെ ഗിയർ മാറ്റുന്നതായിരിക്കുമല്ലേ മോദിയുടെ വരവും പ്രസംഗവും? തീർച്ചയായിട്ടും ഗിയർ മാറ്റിയാൽ മാത്രം പോലെ ഇപ്രാവശ്യം വിജയിക്കണം. വിജയിപ്പിച്ചിരിക്കും ഞങ്ങൾ. അതിനുള്ള ഊർജ്ജമാണ് ഞങ്ങൾ ഇപ്രാവശ്യം കാട്ടിയിരിക്കുന്നത്. എവിടുന്നാണ് നിങ്ങളൊക്കെ? എന്താണ് ചെറിയ കുട്ടിയൊക്കെ ആയിട്ട് മോദിജിനെ കാണാൻ വന്നാണ്? അവൻ ഏതാ ചാനൽ നോക്കിയ? എന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ ഒരു പ്രതീക്ഷ? പ്രധാനമന്ത്രി എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നതാണ് നിങ്ങളുടെ പ്രതീക്ഷ? പറ. അവന് ഇഷ്ടപ്പെട്ടു മൈക്ക് നോക്ക്. എന്തായിരുന്നു പാലക്കാട് തന്നെ? എന്താണ് നിങ്ങളുടെയൊക്കെ ഒരു പ്രതീക്ഷ? മോദി എന്തെല്ലാം കാര്യങ്ങൾ മോദി എല്ലാം കൊണ്ടും വലിയ സംഭാവന നൽകുന്ന ഓരോ സാധനങ്ങളും നമ്മൾ വാങ്ങുന്നുണ്ട്. അത് പ്രത്യേകിച്ച് നമ്മൾ ശോഭാ സുരേന്ദ്രൻ വന്നു പറഞ്ഞാൽ നമുക്ക് ഇനി എല്ലാ ജയിപ്പിക്കണം എന്നാണ് അല്ലേ? തൃത്താല പ്രാവശ്യം ശോഭ ചേച്ചി ജയിപ്പിക്കണം. എന്താണെങ്കിലും നരേന്ദ്രമോദി കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കാണാൻ പറ്റിയിരുന്നോ? ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എവിടുന്നാണ് നിങ്ങളൊക്കെ? ഞങ്ങൾ പാലക്കാട്ടിൽ നിന്നാണ്. പാലക്കാട്. എന്താണ് നിങ്ങളൊക്കെ ഒരു പ്രതീക്ഷ നരേന്ദ്രമോദി വരുമ്പോൾ? ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ അതിനോടൊരു എക്സൈറ്റ്മെന്റ് ആണ് അല്ലേ? നമ്മളിതുവരെ ടിവിയിൽ കൂടെ മാത്രം കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് ജോലിയുള്ള സമയമായതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല, കാണാൻ പറ്റിയില്ല. ഇതിപ്പോ ആദ്യമായിട്ടാണ് ഒന്നും കൂടി വരുന്നുണ്ട്. അപ്പൊ അത് കാണാം എന്നൊരു നമുക്ക് ലീവുള്ള ദിവസം കൂടെ ആയതുകൊണ്ട് കാണാൻ വന്നത്. ഇവിടെ പല ഭാഗത്തുള്ള ആൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ പരിപാടി നടക്കുന്ന ഇടത്തിന് തൊട്ടടുത്താണ് പാലക്കാട് കോട്ട എന്ന് പറയുന്നത്. നമുക്ക് ഇതിനപ്പുറത്ത് കാണാം. അവിടേക്ക് പക്ഷേ നമുക്ക് അവിടുന്ന് തത്സമയ സംപ്രേഷണം ചെയ്യാനുള്ള അനുവാദം ഇല്ല. സുരക്ഷാ നിർദ്ദേശങ്ങൾ ഒട്ടേറെ ഉണ്ട്. 2 കവാടങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, എനിക്ക് പിന്നിൽ കാണുന്ന ഈ ബാരിക്കേഡിന് അപ്പുറത്തുകൂടെയുള്ള ഒരു വഴിയുണ്ട്. അതുവഴിയാണ് സദസ്സിലേക്ക് പ്രവർത്തകരെ കയറ്റി വിടുന്നത്. പിന്നീട് ഒന്നുള്ളത് ഇതിന് മറുവശത്താണ്.
അതുവഴിയും പ്രവർത്തകരെ കയറ്റിവിടാം. പിന്നെ പ്രധാനമായിട്ടും നരേന്ദ്രമോദി വരുന്നത്, നമ്മളിതാ നിൽക്കുന്നത് ഈ അദ്ദേഹം വരുന്ന വഴിയോട് ചേർന്നുള്ള കോട്ട മൈതാനത്തിൻ്റെ ഭാഗത്താണ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ കാണുന്നതാണ് മേഴ്സി കോളേജിൽ നിന്നും കോട്ട മൈതാനത്തേക്കുള്ള റോഡ്. ഏകദേശം 2 കിലോമീറ്റർ അധികം ദൂരമുണ്ട്. ഈ റോഡിലൂടെയാണ് അദ്ദേഹം മേഴ്സി കോളേജിൻ്റെ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങിയ ശേഷം റോഡ് മാർഗം ഇതുവഴിയാണ് അദ്ദേഹം കടന്നു വരിക. ഇവിടെയാണ് പ്രധാനമായിട്ടുള്ള VIP എൻട്രൻസ് ഇവിടെയാണുള്ളത്. ഇതുവഴിയാണ് അദ്ദേഹം പ്രധാന വേദിയിലേക്ക് എത്തുക. എന്നാണെങ്കിലും നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട് പാലക്കാട്. പക്ഷേ ആ ചൂടിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇതിനോടകം തന്നെ ഒട്ടേറെ പേർ, 10,000-കണക്കിന് ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. രാവിലെ 11:30-ക്ക് ശേഷം തന്നെ പ്രവർത്തകരെയൊക്കെ 2 കവാടങ്ങളിലൂടെയും ഇതിലേക്ക് കയറ്റിവിടാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല ഇനിയുള്ള മണിക്കൂറുകൾ, ഇനി നമുക്കറിയാൻ കഴിയുന്നത് ഏകദേശം 2:30-യോടെ അദ്ദേഹം ഹെലികോപ്റ്ററിൽ ഇറങ്ങും. 2:30-യോടുകൂടി പ്രധാനമന്ത്രി പാലക്കാടിന്റെ മണ്ണിലെത്തും. പാലക്കാടിനെ ഇളക്കി മറിക്കാൻ പ്രധാനമന്ത്രി എത്തുന്നു. അതിന് മുന്നോടിയായുള്ള എല്ലാ ഒരുക്കങ്ങളും അവിടെ പൂർണ്ണമാണ്. ആളുകൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. BJP പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. തൃശ്ശൂരിൽ നിന്ന് ആജ്ഞാ രവീന്ദ്രൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. തൃശൂർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് നേട്ടമുണ്ടാക്കി കൊടുത്ത ഇടമാണ്. അവിടെ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ പ്രതീക്ഷകൾ BJP സംബന്ധിച്ചുണ്ട്. ആ മണ്ണിലേക്കാണ് രണ്ടാമത് പ്രധാനമന്ത്രി എത്തുന്നത്. ആജ്ഞ, എത്രമാത്രം ആവേശത്തിലാണ് തൃശൂരിലെ BJP പ്രവർത്തകർ ഇപ്പോൾ? പ്രധാനമന്ത്രി ഇത്തവണ എത്തുമ്പോൾ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. ഈ തെരഞ്ഞെടുപ്പിന് വലിയ ആവേശം കൂട്ടുന്ന തരത്തിലുള്ള വാഗ്ദാനങ്ങളോ പ്രഖ്യാപനങ്ങളോ ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ ആളുകൾ? തീർച്ചയായിട്ടും രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ A ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണ് BJPയെ സംബന്ധിച്ച് തൃശ്ശൂർ. പ്രത്യേകിച്ചും ലോക്സഭാ മണ്ഡലം പിടിക്കാൻ കഴിഞ്ഞ ഒരു ആത്മവിശ്വാസം തൃശ്ശൂരിൽ നിയമസഭാ മണ്ഡലവും പിടിച്ചെടുക്കാനാകുമെന്നുള്ള കണക്കുകൂട്ടലിലാണ് BJP വൃത്തങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ചിട്ടയോട് കൂടിയിട്ടുള്ള ഹോംവർക്കോട് കൂടിയിട്ടാണ് BJPയുടെ ഓരോ ആളുകളും ഈ വോട്ട് തേടി ഇറങ്ങുന്നത്, തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും നരേന്ദ്രമോദി പ്രധാനമന്ത്രി മണ്ണിലേക്ക് എത്തുമ്പോൾ അത് കൂടുതൽ ആവേശമുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെ ആണ് വിരൽ ചൂണ്ടുന്നത്. പ്രധാനമന്ത്രിയെ കളത്തിലിറക്കുക എന്ന് പറയുമ്പോൾ തന്നെ തൃശ്ശൂർ മണ്ഡലം പിടിച്ചെടുക്കാനാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് തൃശ്ശൂരിലെ BJP പ്രവർത്തകർ. അതേസമയം തന്നെ LDFന് നേട്ടമുള്ള മണ്ണ് തന്നെയാണ്. ആ LDF ആ ആത്മവിശ്വാസവും കാണിക്കുന്നുണ്ട്. അതേസമയം LDFന്റെ വോട്ടുകൾ, അതായത് പരമ്പരാഗത വോട്ടുകൾ എങ്ങനെ തിരിച്ചു മറിക്കാം എന്നുള്ള കണക്കുകൂട്ടലാണ് BJP. അത് പ്രത്യേകിച്ചും അവരുടെ മുന്നിലുള്ള ഒരു മാതൃക എന്ന് പറയുന്നത് ലോക്സഭാ മണ്ഡലത്തിലേക്ക്, തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും BJP വിജയിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ A ക്ലാസ് മണ്ഡലമായിട്ട് തന്നെയാണ് ഇതിനെ കണക്കാക്കുന്നതും. പത്മജ വേണുഗോപാലിന് ഉള്ള പൊളിറ്റിക്കൽ ലെഗസി അത് കൂടി കണക്കിലെടുത്തുകൊണ്ട് ആണ് BJP പത്മജയെ തൃശ്ശൂർ മണ്ഡലം പിടിക്കാൻ കളത്തിലിറക്കിയിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയും. അതായത് നിയമസഭയിൽ എത്താൻ കഴിയുന്ന കടുത്ത മത്സരങ്ങൾ നടക്കുന്ന, ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന 9 മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഇടമായി തന്നെയാണ് BJP തൃശ്ശൂരിനെയും കാണുന്നത്. അതുകൊണ്ട് തന്നെ BJPക്ക് നിയമസഭയിൽ എത്താൻ കഴിയുന്ന ഒരു മണ്ഡലം എന്നുള്ള നിലയിൽ തൃശ്ശൂരിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. എന്തായാലും 4:15 കൂടിയാണ് പ്രധാനമന്ത്രി തൃശ്ശൂരിലെത്തുക. സ്വരാജ് റൗണ്ടിലാണ് അദ്ദേഹം എത്തുക. അതേസമയം സ്വരാജ് റൗണ്ടിലും തൃശ്ശൂരിലും ചുറ്റുവട്ടത്തുള്ള വടക്കുന്നാഥന്റെ ചുറ്റുവട്ടത്തുള്ള ഭാഗങ്ങളിലെല്ലാം പാർക്കിംഗ് നിരോധിച്ചിട്ടുണ്ട്. 11 മണി മുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സ്വകാര്യ വാഹനങ്ങൾക്ക് കടന്നു പോകാനാകില്ല. അതുമാത്രമല്ല പേന, ബാഗ്, വെള്ളക്കുപ്പികൾ തുടങ്ങിയ കാര്യങ്ങളും ആ റൗണ്ടിലേക്ക് നിരോധിച്ചിട്ടുണ്ട്. അത് പ്രത്യേകിച്ചും പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്ര വലിയ ഒരു സുരക്ഷ പ്രധാനമന്ത്രി എത്തുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത്. വലിയ ഒരു പോലീസ് സന്നാഹത്തെ തന്നെയാണ് വിന്യസിച്ചിരിക്കുന്നത്. തൃശ്ശൂരിലെ കുട്ടനല്ലൂർ ഹെലിപ്പാഡിൽ നിന്നാണ് അദ്ദേഹം തൃശ്ശൂരിലേക്ക് റൗണ്ടിലേക്ക് എത്തുക. എന്തായാലും 4:15 കൂടി അദ്ദേഹം അവിടെ എത്തുകയും ജനറൽ ആശുപത്രി രവീന്ദ്രനാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. തൃശ്ശൂരിൽ എന്തായാലും 4:30-യോടെയാണ് പ്രധാനമന്ത്രി എത്തുക. അവിടെ ആളുകൾ ഒക്കെ വന്നു തുടങ്ങുന്ന സമയമാണ്. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. എന്തായാലും വലിയ ആവേശം BJP പ്രവർത്തകരിൽ പ്രധാനമന്ത്രിയുടെ വരവ് ഉണ്ടാക്കിയിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ VD സതീശൻ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണും. ഇതെല്ലാം നിയമസഭയിൽ പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ
മന്ത്രിമാർ വരെ. അപ്പൊ ഞാൻ 4,43,000 വീടെന്ന് പറഞ്ഞത് LDF മന്ത്രിസഭയിലെ മന്ത്രിമാർ നിയമസഭയിൽ തെറ്റിദ്ധരിപ്പിച്ച് ഉത്തരം പറയുക. ഉമ്മൻചാണ്ടിയുടെ കാലത്തെ വീടിനെ പറ്റിയിട്ട്. അപ്പൊ ആരാണ് യമണ്ടൻ നുണ പറഞ്ഞത്? ആരെ യമണ്ടൻ നുണ പറഞ്ഞത്? മുഖ്യമന്ത്രിയാണ് നുണ പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നുണ തന്നെയാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരത്തെ അത്രയും പറയില്ലായിരുന്നു മുഖ്യമന്ത്രി, ഇപ്പൊ നുണ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യം വന്നപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് എനിക്ക് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല എന്ന്. അപ്പൊ ഞാൻ ജമാഅത്ത് ഇസ്ലാമിയെ അദ്ദേഹം LDFന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വീഡിയോ ക്ലിപ്പ് ഞാൻ ഹാജരാക്കി. അപ്പൊ അദ്ദേഹം സമ്മതിച്ചു. അപ്പൊ നുണ പറഞ്ഞ ആദ്യം ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ലെന്ന് നുണ പറഞ്ഞു. ആ നുണ ഇപ്പൊ പറ്റില്ലല്ലോ. ഇപ്പൊ നിങ്ങളുള്ളതുകൊണ്ട് ക്യാമറ ഇപ്പൊ എനിക്ക് നുണ പറയാൻ പറ്റുക. ഒരു 10 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ ഇതെടുത്ത് പറയും ഞാൻ പറഞ്ഞ നുണ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എടുത്ത് പറയും. ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമിയായിട്ട് നമുക്ക് ബന്ധമുണ്ട്. ദേശാഭിമാനിയുടെ എഡിറ്റോറിയലുണ്ട് എങ്ങനെ ജമാഅത്ത് ഇസ്ലാമിയെ സ്വാഗതം ചെയ്തുകൊണ്ട്. അപ്പൊ ആ നുണ പൊളിഞ്ഞു. പിന്നെ മൂന്നാമതൊരു നുണ പറഞ്ഞത് RSSുമായിട്ട് ഒരു ബന്ധമില്ല. RSSുമായിട്ട് ചില കാലങ്ങളിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്, ചില കാലങ്ങളിൽ ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ള പാർട്ടി സെക്രട്ടറി പിണറായി വിജയന്റെ വീഡിയോ ക്ലിപ്പും ഞാൻ ഹാജരാക്കിയിട്ടുണ്ട്. അപ്പൊ നുണ പറഞ്ഞു. RSS ബന്ധത്തിലും ജമാഅത്ത് ഇസ്ലാമി ബന്ധത്തിലും എല്ലാം മുഖ്യമന്ത്രി നുണ പറഞ്ഞു. ഇപ്പൊ ഈ കാര്യത്തിലും കൂടി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്ക് ഞാൻ യമണ്ടൻ നുണ പറഞ്ഞു എന്നാണ്. ആകെ 4,000 വീടേ വെച്ചുള്ളൂ. 4,43,000 എന്നുള്ളത് ഞാൻ പറഞ്ഞ യമണ്ടൻ നുണയാണ്. യമണ്ടൻ നുണ ആരാ? എന്നെ ഗീബൽസ് എന്ന് വരെ വിളിച്ചു അദ്ദേഹം. 1000 നുണ ആവർത്തിച്ച് പറഞ്ഞാൽ സത്യമായി മാറും എന്ന് പറഞ്ഞ ഗീബൽസിനെ വരെ എന്നെ പ്രതിപക്ഷ നേതാവിനെ മുഖ്യമന്ത്രി ഗീബൽസ് എന്ന് വരെ വിളിച്ചു. ഞാൻ അദ്ദേഹത്തെ ഗീബൽസ് എന്നൊന്നും വിളിക്കുന്നില്ല. നല്ല പ്രായമുള്ള ആളുകളെന്ന് ഞാൻ അപമാനിച്ച ഒരു വാക്ക് പോലും പറയില്ല. അതുകൊണ്ടാണ് എന്നെ മോശമായിട്ട് സംസാരിക്കുന്ന ആളുകൾ അവരുടെ എന്റെ പ്രായമാണെങ്കിൽ ഞാൻ പറഞ്ഞത് എന്നെ ഗീബൽസ് എന്ന് വരെ വിളിച്ചു. ആരാണ് ഗീബൽസ് എന്ന് ഇനി കേരളം വിലയിരുത്തട്ടെ. ഇത് എല്ലാം എഴുതി കിട്ടിയ ഉത്തരവാണ്. നിയമസഭയിലെ റെക്കോർഡിലുള്ള ഉത്തരങ്ങളാണ്. ഒന്നും വരില്ല. ഒരു ഓവർലാപ്പിംഗ് ചെയ്തൊരു കണക്കും വരില്ല. അല്ലല്ല അതല്ല. ഇല്ല അതിന്റെ അകത്ത് അത് സ്റ്റേറ്റിന്റെ വേറെ. അത് AK ബാലൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിന്റെ അകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരു ഓവർലാപ്പിംഗും ഇല്ല. കൃത്യമായിട്ട് നിങ്ങൾക്കെല്ലാം അതിന്റെ നോട്ട് തരാം. എല്ലാവർക്കും നോട്ട്. അല്ലല്ല ഇത് തീർക്കട്ടെ. വയനാട് ഇതിപ്പോ പെട്ടെന്ന് കൈരളി അങ്ങോട്ട് പോകല്ലേ. വേറെ ആർക്കെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ച് തീർത്തിട്ട് നമുക്ക് വയനാട്ടിലേക്ക് പോവാം. പറഞ്ഞോ, ചോദിച്ചോ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇതിന്റെ എല്ലാ കോപ്പി നിങ്ങൾക്ക് തരാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കാനും പറ്റും. നിയമസഭയിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഞാൻ എല്ലാവർക്കും കോപ്പി തരാം. ഇതിന്റെ കോപ്പി തരാം. അല്ല കോപ്പി ഒരു ഓവർലാപ്പിംഗും ഇല്ല. ഞാൻ കോപ്പി ഞാൻ തരാം. കേന്ദ്ര പദ്ധതി വേറെ, പട്ടികജാതി പട്ടികവർഗക്കാർക്ക് സംസ്ഥാന സർക്കാരിന്റെ ഭവന നിർമ്മാണ പദ്ധതിയാണ്. അറിയാലോ, ഭവന നിർമ്മാണ പദ്ധതിയാണ്, സെപ്പറേറ്റ് ആണ്. ലോക്കൽ ബോഡികളുടെ പദ്ധതി വേറെ പദ്ധതിയാണ്. കോർപ്പറേഷന്റെ പദ്ധതി വേറെ, മുനിസിപ്പാലിറ്റിയുടെ പദ്ധതി വേറെ, പഞ്ചായത്തിന്റെ പദ്ധതി വേറെ. ഇതെല്ലാം കൂടിയാണ് ഇപ്പൊ ലൈഫാക്കിയത്. ലൈഫ് എന്ന് പേരിട്ടത്. ഇത്രയും വീട് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കൃത്യമാണ്. ഇവര് വന്നതിന് ശേഷം എന്ന് പറയുന്നത് ഇവര് 10 കൊല്ലം കൊണ്ടാണ് 5 ലക്ഷം വീട് വെച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. അതിൽ തന്നെ ഞങ്ങളുടെ കാലത്ത് ഈ കൂട്ടത്തിൽ പെടാതെ 50,000 വീടുകളുടെ വർക്ക് തുടങ്ങി, പൂർത്തിയായില്ല. ആ വീടും കൂടി ഇവരുടെ കൂട്ടത്തിൽ കൂട്ടി 5 ലക്ഷത്തിൽ. അപ്പൊ യഥാർത്ഥത്തിൽ ഇവര് 4.5 ലക്ഷം വീട് ഇവര് പണിതുള്ളൂ 10 കൊല്ലം കൊണ്ട്. ഞങ്ങള് ആ 4.43 ഈ 50 കൂടി കൂട്ടി ഞങ്ങൾ 5 ലക്ഷം വീട് 5 വർഷം കൊണ്ട് പണിതു. അതാണ് ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞത്, പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. ഞങ്ങൾ 5 വർഷം കൊണ്ട് പണിത വീട് പോലും ഇവര് 10 വർഷം കൊണ്ട് പണിതില്ല. പക്ഷെ നല്ല ക്യാപ്സൂളാണ്, എല്ലാം തള്ളി മറിക്കുകയാണ്. ഭയങ്കര ഹോർഡിങ്സും കാര്യങ്ങളാണ്. പദ്ധതിക്കെതിരെ VD സതീശൻ തെളിവുമായി എത്തുകയാണ്. 10 വർഷം കൊണ്ട് 5 ലക്ഷം വീട് കൊടുത്തു എന്ന് പറയുന്നത് ഇപ്പോൾ 4.5 ലക്ഷമായി കുറഞ്ഞിരിക്കുന്നു എന്നതാണ് കണക്കുകൾ ചൂണ്ടിക്കാട്ടി VD സതീശൻ പറയുന്നത്. അതേസമയം 5 വർഷം കൊണ്ട് UDF കൊടുത്തത് 5 ലക്ഷം വീടുകളാണ് എന്ന് VD സതീശൻ പറയുന്നത്. നുണ പറയുന്നത് ആര് എന്ന ഒരു ചർച്ച കൂടി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുരോഗമിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതേസമയം തന്നെ തെരഞ്ഞെടുപ്പിൽ ആളിപ്പടരുകയാണ് ഡീൽ രാഷ്ട്രീയവും. SDPI വോട്ട് സ്വീകരിക്കുമോ എന്നതിൽ വ്യക്തമായ നിലപാട് സ്വീകരിക്കാതെ ഉരുണ്ട് കളിക്കുകയാണ് പ്രധാന മുന്നണികൾ. SDPI ബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മുഖ്യമന്ത്രി ക്ഷുഭിതനാകുമ്പോൾ വോട്ട് വേണ്ടെന്ന് പറയില്ലെന്ന നിലപാട് പരസ്യമായി സ്വീകരിക്കുകയാണ് EP ജയരാജൻ ഉൾപ്പെടെ ചില ഇടത് നേതാക്കൾ. MA ബേബി പറയുന്നതാകട്ടെ RSSനെ പോലെ ആകാതെ SDPI നിലപാട് തിരുത്തണമെന്ന്. SDPI CPM ബന്ധമെന്ന് ചെന്നിത്തലയും സതീശനും ഉൾപ്പെടെ UDF നേതാക്കൾ ആവർത്തിച്ച് പറയുമ്പോൾ മഞ്ചേശ്വരത്തെ അടക്കം സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിച്ചത് എന്തിനെന്നതിൽ മുന്നണി നേതൃത്വത്തിന് മറുപടിയില്ല. ആരുടെയും വോട്ട് വേണ്ടെന്ന് പറഞ്ഞ് KC വേണുഗോപാലും നയം വ്യക്തമാക്കും. SDPI CPM തമ്മിൽ പരസ്യധാരണയാണ്. കേരളത്തിൽ SDPI
CPM തമ്മിൽ പരസ്യധാരണയാണ്. 2 സ്ഥാനാർത്ഥികൾ മങ്കടയിലും പിന്നെ അതോടൊപ്പം തന്നെ വേങ്ങര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ SDPI സ്ഥാനാർത്ഥികളായവരാണ് ഇപ്പോൾ CPM സ്ഥാനാർത്ഥി. മാത്രവുമല്ല കേരളത്തിലുടനീളം SDPI PDP തുടങ്ങിയവരുമായിട്ട് ബന്ധമുണ്ടാക്കിയത് ഇവരാണ്. നരേന്ദ്രമോദിയുടെ മുമ്പിൽ കുമ്പിട്ട് നിൽക്കുകയാണ് പിണറായി വിജയൻ. മുഖ്യമന്ത്രി എന്നെല്ലാം പ്രധാനമന്ത്രിയെ കാണുന്നു അന്നെല്ലാം ആമാടപ്പെട്ടിയും ആറന്മുള കണ്ണാടിയും കൊടുത്ത് കുമ്പിട്ട് നിൽക്കാനാണ് നമ്മൾ കാണുന്നത്. ഈ ആമാടപ്പെട്ടി ആറന്മുള കണ്ണാടിയും നിർത്തിയാൽ മതി പിണറായി വിജയൻ. ഇവിടെ അതിദരിദ്രന്മാർ ഇല്ലാതായി എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് നേതാക്കന്മാരുടെ ദാരിദ്ര്യം മാറി എന്നുള്ളതല്ലാതെ സാധാരണ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ ഒരു ദാരിദ്ര്യവും മാറിയിട്ടില്ല. ഇസ്ലാമിയെയും അതുപോലെ തന്നെ RSSനെയും പോലെ എതിർക്കപ്പെടുന്ന പ്രസ്ഥാനമാണ് SDPI. അവരുടെ വോട്ട് വേണ്ട എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട്. നിങ്ങൾ കാണേണ്ടത് ഏത് വർഗീയതയോടും ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട്. എല്ലാ വർഗീയതയോടും ഒരേ നിലപാടാണ്. എല്ലാ വർഗീയ ശക്തികളോടും ഒരേ നിലപാടാണ്. അത് കൃത്യമായി തിരിച്ചറിയണം. 45 സീറ്റിൽ SDPI സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചു. 36 ആ മണ്ഡലങ്ങളിൽ ചിലയിടങ്ങളിൽ SDPI ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിക്കുമെന്നാണ് കേൾക്കുന്നത്. ആ വോട്ട് വേണ്ട അവരുടെ കേൾക്കുന്നത് വെച്ചിട്ട് അവരോട് പോയി ചോദിക്കണം. എന്നോട് ചോദിച്ചാൽ മനസ്സിലാവില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു വർഗീയതയുമായും ബന്ധമില്ല. ഞങ്ങൾ എല്ലാ വർഗീയതയും ഒരേപോലെ കാണുകയാണ്. എല്ലാ വർഗീയതയും ഒരേപോലെ എതിർക്കുകയാണ്. പിന്നെ ഏതെങ്കിലും ശക്തികളോട് ചോദിക്കാറുണ്ടെങ്കിൽ അവരോട് പോയി ചോദിച്ചുകൂടി. നിങ്ങളെ വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, എല്ലായിടെയും അത് കാണുന്നുണ്ട്, എല്ലായിടെയും കേൾക്കുന്നുണ്ട്. ഇയാൾക്ക് വേറെ എന്തോ സുഖമാണ് കേട്ടോ. ഇനി അത് ഞാൻ മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല. വേറെ എന്തോ അജണ്ടയും കൊണ്ട് വന്നിരിക്കുക. ഏതോ ഒരു ഞാൻ സാധാരണ അങ്ങനെ ചോദിക്കില്ല. പക്ഷെ എന്തോ പ്രത്യേക അജണ്ടയായിട്ട് വന്നാണെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചാൽ മതി കേട്ടോ. ഈ പത്രസമ്മേളനം തന്നെ അലങ്കോലപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശം നിങ്ങൾക്കുണ്ടോ? അങ്ങനെ ഒരു രീതിയിലല്ല വേണ്ടത്. നരേന്ദ്രമോദിക്കും BJPക്ക് വോട്ട് നേടിക്കൊടുക്കുന്ന പ്രവർത്തനത്തിൽ പ്രധാനപ്പെട്ട പങ്ക് പ്രശാന്ത് കിഷോറിനൊപ്പം പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആളാണ് ഈ കനുകൂലു. അദ്ദേഹം കൊടുക്കുന്ന ക്യാപ്സൂളുകളാണ് ഇവർ പറയുന്നത്. ഇവരുടെ അഖിലേന്ത്യാ നേതാക്കന്മാരെ കൊണ്ടുകൂടി അത് പറയുക. SDPI എന്ന് പറയുന്നത് RSSന്റെ ഉൽപ്പന്നമാണ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. SDPI ഉണ്ടായതിൻ്റെ ഉത്തരവാദിത്വവും RSSനാണ് എന്ന് ഞങ്ങൾ അടിവരയിട്ട് പറയുക. കാസർഗോഡ് ജില്ലയിലെ ഒരു സീറ്റിൽ SDPI സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. ആ സ്ഥാനാർത്ഥിയെ അവർ പിൻവലിക്കാൻ തീരുമാനിച്ചത് UDFന്റെ സമ്മർദ്ദ ഫലമായിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞങ്ങളും BJP ഉണ്ടെങ്കിൽ ഒരു ആര് വിശ്വസിക്കാനാണ്? കൃത്യമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നരേന്ദ്രമോദിക്കെതിരെയോ അമിത്ഷായ്ക്കെതിരെയോ പേരെടുത്ത് വിമർശിക്കാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ? മയിൽപീലി തല്ലാണ് സാധാരണ. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ കൃത്യമായ കള്ളക്കളിയാണ്. 2020 എന്ന ഇടനിലക്കാരുടെ മുഖാന്തരം, ഇടനില പാർട്ടി മുഖാന്തരം BJP ആയിട്ട് ഡീല് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പോകുന്നത് കൃത്യമായിട്ടുള്ള ഗ്യാരണ്ടികളുമായിട്ടാണ്. ആ ഗ്യാരണ്ടികളുമായിട്ട് പോകുന്ന ഞങ്ങൾ ജയിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ അങ്കലാപ്പ് മുഖ്യമന്ത്രി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് സുഹൃത്തെ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളായിട്ടാണോ മുന്നണി? ഇത് പരസ്യമായ മുന്നണിയല്ലേ? NDA സഖ്യത്തിലല്ലേ? തൃപ്പൂണിത്തുറ ആരാ മത്സരിക്കുന്നത്? നേതാക്കൾ ഈ ഡീൽ ആരോപണം കൂടുതൽ കടുപ്പിക്കുകയാണ്. കിരൺ ബാബു വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. കിരൺ, ഡീൽ ആരോപണം കഴിഞ്ഞ ദിവസങ്ങളിൽ BJP ബന്ധം ആർക്ക് എന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണെങ്കിൽ ഇപ്പോൾ അത് SDPI വോട്ട് ആര് പേടിക്കുന്നു, SDPIയുമായി ആർക്കാണ് ഡീൽ എന്നതിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ചോദ്യം വരുമ്പോൾ നേതാക്കൾ ക്ഷുഭിതരാകുന്നതാണ് നമ്മൾ കാണുന്നത്. ആരൊക്കെ തമ്മിൽ എങ്ങനെയൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഡീൽ? രേണുക, ഈ രണ്ട് വിഷയത്തിലും ഒരു പ്രത്യേകതയുണ്ട്. രണ്ടും BJPയുടെ പിന്തുണ ആർക്ക് കിട്ടുന്നു, SDPയുടെ പിന്തുണ ആർക്ക് കിട്ടുന്നു എന്നതിൽ എതിരാളികൾക്ക് കിട്ടുന്നു എന്നത് പറയുന്നത് എപ്പോഴും മറുപക്ഷമാണ്. കാരണം SDP ഒരു ഏതെങ്കിലും ഒരു മുന്നണിക്ക് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചാൽ സ്വാഭാവികമായും അതിൻ്റെ എതിർ വോട്ടുകൾ കൂടുതലായി മറുചേരിയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് BJPയുടെ കാര്യവും. BJP പിന്തുണ ഒരു മുന്നണിക്ക് പ്രഖ്യാപിച്ചാൽ BJP വിരുദ്ധ വോട്ടുകൾ അത് മറുചേരിയിലേക്ക് വരും. രണ്ടിടത്തും ലക്ഷ്യമിടുന്നത് ഈ രണ്ടുപേരുടെയും വോട്ട് ശേഖരിക്കുക എന്നതിനപ്പുറത്തേക്ക് മറുമുന്നണിക്കാണ് ഈ വോട്ട്, എതിർ മുന്നണിക്കാണ് ഈ വോട്ട് എന്ന് കാണിച്ച് അതിനെതിരായ
എതിരായി നിൽക്കുന്ന വികാരത്തെ സ്വന്തം മുന്നണിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളിടത്താണ്. രണ്ട്, ഇപ്പോൾ ഇന്നത്തെ വിഷയം SDPയുടേതാണ്. SDPയുടെ മുഖ്യമന്ത്രി അടക്കം പ്രസംഗം കേട്ടാൽ മനസ്സിലാവും നമുക്ക് വേണ്ടണം എന്നുള്ളത് തന്നെയാണ് നിലപാട്. പരസ്യമായി നിങ്ങളുടെ പിന്തുണ വേണ്ട, എന്നാൽ രഹസ്യമായി നിങ്ങൾ വോട്ട് തരുന്നെങ്കിൽ തന്നോളൂ എന്ന മട്ടിൽ തന്നെയായിരുന്നു മുഖ്യമന്ത്രി. ഒരു വേള ക്ഷുഭിതനാവുന്നതൊക്കെ ഉണ്ട്. മാധ്യമപ്രവർത്തകർ ഇത് കലക്കാൻ വന്നതാണോ എന്നടക്കം ചോദിക്കുന്നത്. അത്തരം ഒരു ചോദ്യങ്ങളെല്ലാം നമുക്ക് വളരെ വ്യക്തമായി തന്നെ കേൾക്കാം. ഉത്തരം പറയാൻ കഴിയുന്ന ചോദ്യങ്ങളാണ്. ഉത്തരം പറയാൻ പ്രയാസമുള്ള ചോദ്യങ്ങൾ വന്നപ്പോൾ ആ തരത്തിൽ ക്ഷുഭിതനായി തന്നെയാണ് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നത്. എന്നാൽ പരസ്യമായി അങ്ങനെ SDPക്ക് ഇടതുപക്ഷ മുന്നണിയുമായി ഡീലുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് KC വേണുഗോപാൽ അടക്കം രമേശ് ചെന്നിത്തലടക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കളും ശ്രമിക്കുന്നത്. SDPയുടെ മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥി അടക്കം പിൻവലിച്ചത് UDFന്റെ ലീഗിന്റെ സമ്മർദ്ദ ഫലമായിട്ടാണെന്ന് SDPഐ സ്ഥാനാർത്ഥി തന്നെ പരസ്യമായി വ്യക്തമാക്കി കഴിഞ്ഞു. എന്നാൽ മറ്റു പലയിടങ്ങളിലും അങ്ങനെയല്ല, മറിച്ച് BJPയെ പരാജയപ്പെടുത്താൻ കൂടുതൽ മെച്ചം CPMന്റെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥികളാണെങ്കിൽ അവർക്ക് കൂടി പിന്തുണ നൽകുക എന്നുള്ളതാണ് SDPയുടെ നിലപാട്. ഇന്നും SDPയുടെ സംസ്ഥാന അധ്യക്ഷൻ വന്ന് നമ്മുടെ ചാനലിലടക്കം പറഞ്ഞത് 114 മണ്ഡലങ്ങളിൽ ആർക്ക് പിന്തുണ കൊടുക്കണമെന്ന് ഞങ്ങൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇവർ ആർക്ക് പിന്തുണ കൊടുക്കണമെന്ന് തീരുമാനിക്കാത്തതുകൊണ്ട് ഈ മണ്ഡലങ്ങളിലെല്ലാം ഇവർക്ക് ജയവും പരാജയവും നിശ്ചയിക്കാൻ കഴിയുള്ള പാർട്ടിയൊന്നുമല്ല. പക്ഷേ മഞ്ചേശ്വരം പോലുള്ള മണ്ഡലങ്ങളിൽ അങ്ങനെയല്ല, ഇപ്പോൾ നേമം പോലുള്ള മണ്ഡലത്തിൽ അങ്ങനെയല്ല. അവിടെയൊക്കെ ചെറിയ വോട്ടുകളുടെ വ്യത്യാസത്തിൽ പോലും ചിലപ്പോൾ പരാജയം ഉണ്ടാവാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളാണ്. അവിടെ 1000 വോട്ടോ 2000 വോട്ടോ എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട വോട്ടുകളാണ്. അത്തരം മണ്ഡലങ്ങളിലൊക്കെ SDPയുടെ വോട്ട് നിർണായകമാണ്. അവിടെ വേണ്ട, നിങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചാൽ ചിലപ്പോൾ അത് മറു മുന്നണിക്ക് പോകാനും പരാജയം വരെ സംഭവിക്കാനും സാധ്യതയുണ്ട്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഒരു തരത്തിലും SDPI വോട്ട് വേണ്ട എന്ന് ഉറപ്പിച്ച് പറയുന്നില്ല. MA ബേബി പോലും ഇക്കാര്യത്തിലൊക്കെ കുറെ കൂടി ആശയ വ്യക്തതയുള്ള MA ബേബി തന്മയത്വത്തോടു കൂടി ആ വിഷയം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ മറ്റൊന്നാണ്, ഞങ്ങൾക്ക് ഈ ചോദ്യം ആവർത്തിക്കുമ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് ഏതെങ്കിലും വർഗീയ പാർട്ടികളുമായി ഏതെങ്കിലും തരത്തിലുള്ള ധാരണയോ അല്ലെങ്കിൽ അവരുമായി ചർച്ചയോ അവരുമായിട്ടൊന്നും നടത്തിയിട്ടില്ല. പിന്നെ എന്തിനാണ് ഞങ്ങൾ അവരുടെ വോട്ട് വേണമോ വേണ്ടയോ എന്ന കാര്യം പറയേണ്ടത്? ഞങ്ങൾ അതുകൊണ്ട് SDPയുമായിട്ടും ചർച്ച നടത്തിയിട്ടില്ല, SDPയുമായി നീക്കുപോക്കില്ല എന്നത് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നത്. അതുകൊണ്ട് പക്ഷേ വോട്ട് വേണ്ട എന്നുള്ളൊരു നിലപാട് പറയുന്നില്ല. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് SDPI UDFന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. അന്ന് പ്രതിപക്ഷ നേതാവ് പക്ഷേ പറഞ്ഞു SDPയുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് പരസ്യമായി പറഞ്ഞു. അപ്പോൾ SDPയുടെ സംസ്ഥാന അധ്യക്ഷൻ അന്ന് പറഞ്ഞത് നിങ്ങളോട് UDFനോട് ആലോചിച്ചല്ല ഞങ്ങൾ പിന്തുണ നൽകിയത്, അത് ഞങ്ങളുടെ തീരുമാനമാണ്, ഞങ്ങൾ ആർക്ക് വോട്ട് പിന്തുണ നൽകണമെന്നത്, അതിൽ UDFന്റെ അഭിപ്രായം പ്രധാനമല്ല എന്ന് പറയാം. പക്ഷേ ഇപ്പോൾ UDFും യഥാർത്ഥത്തിൽ SDPI ഇടതുമുന്നണിയുമായും CPMുമായും സഖ്യത്തിലാണ്, അല്ലെങ്കിൽ അത് പരസ്യമായ ഒരു മുന്നണിയെ പോലെയാണ് എന്നൊക്കെ പറയുമ്പോഴും SDPയുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ ഈ രണ്ട് മുന്നണികളും തയ്യാറല്ല എന്നുള്ളിടത്താണ് പ്രധാനം. കാരണം ഈ രണ്ട് മുന്നണികളെ സംബന്ധിച്ച് ചില മണ്ഡലങ്ങളിലെങ്കിലും SDPയുടെ തീരെ ചെറുതാണെങ്കിൽ പോലും ആ സഹായം അവർക്ക് അനിവാര്യമാണ്. അതുകൊണ്ട് അത് തള്ളിക്കളയാൻ ഇരു മുന്നണികളും തയ്യാറല്ല എന്നുള്ളതാണ് ഈ രാഷ്ട്രീയത്തിൽ നിന്ന് നമുക്ക് ആകെ നോക്കുമ്പോൾ വ്യക്തമാകുന്നത്. തീർച്ചയായും എന്തായാലും പ്രചരണം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു കഴിയുമ്പോഴും ഡീൽ ആരോപണം തന്നെയാണ് ഉയർന്നു കേൾക്കുന്നത്. SDPI ബന്ധത്തെ ചൊല്ലിയാണ് ഇപ്പോൾ നേതാക്കളുടെ ഏറ്റുമുട്ടൽ. മഞ്ചേശ്വരത്തെ UDFന് വെട്ടിലാക്കി പത്രിക പിൻവലിച്ച SDPI സ്ഥാനാർത്ഥിയായിരുന്ന KM അഷ്റഫിന്റെ വെളിപ്പെടുത്തൽ കൂടി ഈ അവസരത്തിൽ പുറത്തുവരികയാണ്. UDF മതസംഘടനകളെ ഉൾപ്പെടെ സമ്മർദ്ദം ചെലുത്തിയാണ് സ്ഥാനാർത്ഥിത്വം പിൻവലിപ്പിച്ചത് എന്നതാണ് KM അഷ്റഫ് ന്യൂസ് 18നോട് പറഞ്ഞത്. ഇത്തവണ UDF പരാജയപ്പെടുമെന്നും KM അഷ്റഫ് പറയുന്നു. അതേസമയം മുന്നണികളുടെ ജയപരാജയങ്ങൾക്ക് നിർണായക ശക്തിയായി മഞ്ചേശ്വരത്ത് PDPയും രംഗത്തുണ്ട്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. BJP CPM ഡീൽ വിവാദവും മതസംഘടനകളുടെ ഇടപെടലും തുടങ്ങി ഒട്ടേറെ വിഷയം ചർച്ചയായ മണ്ഡലമാണ് മഞ്ചേശ്വരം. SDPI സ്ഥാനാർത്ഥി KM അഷ്റഫിനെ സ്ഥാനാർത്ഥിയാക്കുന്നു. പിന്നീട് നാടകീയമായ നീക്കങ്ങളിലൂടെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നു. എന്തായാലും സ്ഥാനാർത്ഥിയായ അഷ്റഫിനേക്കാൾ കരുത്തനായിരിക്കും സ്ഥാനാർത്ഥിയല്ലാത്ത അഷ്റഫ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. UDFനെതിരെ ശക്തമായ ജനവികാരമുണ്ടെന്നും KM അഷ്റഫ് പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. മഞ്ചേശ്വര നിയോജക മണ്ഡലത്തിൽ UDFനെതിരെ നല്ല ഒരു വികാരമുണ്ട്. അത് എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ കിട്ടുന്ന കാര്യമേ ആയിരിക്കാം. ഞാൻ ഈ മത്സര രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ പല ഭാഗങ്ങളിൽ നിന്നും അവരെ കൂടെയുള്ള ആൾക്കാർ പോലും നമ്മളെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. മഞ്ചേശ്വരത്ത് നിങ്ങൾക്ക് ഞങ്ങളെ സ്ഥാനാർത്ഥി പിൻവലിച്ചതോടെ ഞങ്ങൾ അപ്രസക്തമാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞങ്ങൾ ഇന്നലെ നടത്തിയ കൺവെൻഷനിൽ 100 കണക്കിന് പ്രവർത്തകരാണ് കയറി വന്നത്. അതുപോലെ തന്നെ ഇനി 2 കൺവെൻഷൻ ബാക്കിയുണ്ട്. ഇങ്ങനെയുള്ള അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷെ ഒരു കാര്യം ഉറപ്പാ, സ്ഥാനാർത്ഥിയായിരിക്കുമ്പോൾ ഉണ്ടായതിനേക്കാളും കൂടുതൽ പ്രവർത്തനവുമായി മഞ്ചേശ്വര മണ്ഡലത്തിൽ ഞങ്ങളുണ്ടാവും. അതിനേക്കാളും കൂടുതൽ കരുത്തനായി മഞ്ചേശ്വര മണ്ഡലത്തിൽ ഉണ്ടാവും. മതസംഘടനകളെ UDF മതസംഘടനകളടക്കം സ്വാധീനം ചെയ്തിട്ടാണ് ഞങ്ങളെ പിൻവലിക്കാൻ വേണ്ടി സ്വാധീനം ചെയ്തത്. അതുപോലെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും മതസംഘടനകളുടെ അടക്കം ഭാഗങ്ങളിൽ നിന്നും നല്ല പോലെ
പിന്നെ സമ്മർദ്ദമുണ്ടായി. അതെല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ്. അവരുടെ പ്രസ്താവനകളിലെ നിങ്ങൾ കേട്ടതല്ലേ. 100% ഇവിടെ ജയിക്കാൻ സാധ്യത ഉള്ളത് ഇവിടെ LDF ആണ്. അതുകൊണ്ട് LDFിലേക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു സാധ്യത, നല്ലൊരു ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള സാധ്യത നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മഞ്ചേശ്വരം മണ്ഡലത്തിൽ 5000-ഓളം വോട്ടുകളുണ്ടെന്നാണ് PDP അവകാശപ്പെടുന്നത്. കേരളത്തിൽ മുഴുവൻ LDFിന് പിന്തുണ നൽകുമ്പോൾ മഞ്ചേശ്വരത്ത് UDFിനാണ് പിന്തുണയെന്നും കാസർഗോഡ് ജില്ലാ പ്രസിഡന്റായ ബഷീർ വ്യക്തമാക്കുന്നു. പ്രധാനമായും ഇവർ ഉയർത്തുന്ന കാരണം BJPക്ക് ജയസാധ്യതയുള്ളതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകാനാണ് തീരുമാനമെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. 140 മണ്ഡലങ്ങളിലും LDFിനെ പിന്തുണയ്ക്കുക എന്നുള്ള നിലപാടാണ് പാർട്ടി ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് കൃത്യമായ ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. പാർട്ടി നേതൃത്വവും ഇടതുപക്ഷത്തിൻ്റെ LDFിൻ്റെ ഔദ്യോഗിക നേതൃത്വവും തമ്മിലുണ്ടാക്കിയിട്ടുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനത്തിന് വിരുദ്ധമായൊരു പ്രഖ്യാപനം എന്ന രീതിയിൽ മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല. പാർട്ടി നേതൃത്വം ഇവിടുത്തെ സാഹചര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അതായത് BJPക്ക് മേൽക്കോയ്മയുള്ള സാഹചര്യത്തിൽ BJPയോട് അവസാന നിമിഷം ആരാണോ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അവരെ പിന്തുണയ്ക്കുന്നതിൽ നമ്മൾ ചിലപ്പോൾ നൽകിയിട്ടുള്ള പിന്തുണയ്ക്ക് വ്യത്യസ്തമായ ഭിന്നമായ ഒരു അഭിപ്രായവും തീരുമാനം വരികയാണെങ്കിൽ അങ്ങനെയാണെങ്കിലും BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തണം എന്നൊരു തീരുമാനമാണ് മണ്ഡലത്തിലെ വികാരം. മണ്ഡലത്തിലെ ജനാധിപത്യ വിശ്വാസികളുടെയും വൈകാരികത അങ്ങനെയാണ്. മഞ്ചേശ്വരം മണ്ഡലത്തെ ചൊല്ലിയുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഇനിയും തുടരുമെന്ന സൂചന തന്നെയാണ് മതസംഘടനാ നേതാക്കളുടെ ഉൾപ്പെടെയുള്ള പ്രസ്താവനകളിൽ നിന്നും വായിച്ചെടുക്കേണ്ടത്. എന്നാലും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മഞ്ചേശ്വരം മണ്ഡലത്തിൽ ആര് ജയിക്കും അത് തന്നെയാണ് ദേശീയ രാഷ്ട്രീയം തന്നെ ഉറ്റുനോക്കുന്നതും. മഞ്ചേശ്വരത്ത് നിന്നും KB ബൈജു, ന്യൂസ് 18. സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കത്തിന്റെ സ്ത്രീ വിരുദ്ധ പരാമർശത്തിനെതിരെ CPM ജനറൽ സെക്രട്ടറി MA ബേബി. ജനറൽ സീറ്റുകളിൽ വനിതകളെ മത്സരിപ്പിക്കരുതെന്ന അഭിപ്രായത്തോട് യോജിക്കുന്നില്ല. സ്ത്രീ തുല്യതയ്ക്ക് നിരക്കാത്ത സമീപനം പാടില്ലാത്തതാണെന്നും MA ബേബി പറഞ്ഞു. അദ്ദേഹം ആ പറഞ്ഞതിനോട് യാതൊരു യോജിപ്പും CPIM-നില്ല. ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് വിവിധ ചുമതലകൾ വഹിക്കാൻ കമ്മിറ്റികളിലും മറ്റു ആളുകൾ നിയോഗിക്കുമ്പോൾ ആ ചുമതലകൾ നിർവഹിക്കാൻ അനുയോജ്യരും ചില വിഭാഗങ്ങൾക്ക് അവിടെ പ്രാതിനിധ്യം കൊടുക്കേണ്ടതും അതെല്ലാം പരിഗണിച്ചിട്ട് വളരെ വിശാലമായ ഒരു സമീപനമാണ് LDF ഗവൺമെൻറ് പിന്തുടരുന്നത്. ഒരു ഇടുങ്ങിയ സമീപനമല്ല. അദ്ദേഹത്തിൻ്റെ നിലപാടിലുള്ള സ്ത്രീ തുല്യതയ്ക്ക് നിരക്കാത്ത സമീപനം അതെൻ്റെ മാന്യ സുഹൃത്ത് ചൂണ്ടിക്കാണിച്ചത് ഞാൻ അംഗീകരിക്കും. പക്ഷേ ഈ സ്ത്രീ തുല്യത എന്നുള്ള ബോധം നമ്മുടെ സമൂഹത്തിൽ തന്നെ ഇല്ല. കേരള സമൂഹത്തിലില്ല, ഇന്ത്യൻ സമൂഹത്തിലില്ല, ലോക സമൂഹത്തിലില്ല. ശബരിമല യുവതീ പ്രവേശനത്തിൽ പാർട്ടി നിലപാട് തുറന്നു പറഞ്ഞ CPM ജനറൽ സെക്രട്ടറി MA ബേബി. യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കുന്നത് പാർട്ടിയുടെ നിലപാടല്ല. അതിന് സമയം വേണ്ടിവരും. ആരാധനാലയങ്ങളിൽ സ്ത്രീ പുരുഷ തുല്യതയ്ക്കല്ല, വിശ്വാസികളുടെ വിശ്വാസത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്നും MA ബേബി പറഞ്ഞു. യുവതീ പ്രവേശനം പരാമർശിക്കാതെ സുപ്രീം കോടതിയിൽ സർക്കാർ കൊടുത്ത സത്യവാങ്മൂലം വിമർശിക്കപ്പെടുന്നതിനിടയിലാണ് MA ബേബിയുടെ തുറന്നു പറച്ചിൽ. ന്യൂസ് 18 സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലിനോട് മീറ്റ് ദ ലീഡർ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു MA ബേബി. ശബരിമല വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് മാറ്റം അത് വിശദീകരിക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ? കാരണം 2019 ഒരു തിരിച്ചടി ഉണ്ടായതിനു ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിനുശേഷം എടുത്തൊരു നിലപാട് ഇപ്പോൾ സുപ്രീം കോടതിയിൽ പറയേണ്ട ആവശ്യം പോലും വന്നിരിക്കുകയാണ്. തികച്ചും ഒരു ചുവടുമാറ്റമാണല്ലോ അത്. യഥാർത്ഥത്തിൽ ശബരിമല വിഷയത്തിൽ മുമ്പ് ഗവൺമെൻറ്റിൻ്റെതായ ഒരഭിപ്രായം സുപ്രീം കോടതിയുടെ വിചാരണ വേളയിൽ പറഞ്ഞതിൻ്റെ സാരാംശവും ഇപ്പോൾ പറയുന്നതിൻ്റെ സാരാംശവും തമ്മിൽ യാതൊരു വ്യത്യാസവും അന്നും ഇന്നും പറഞ്ഞത് എന്താണ്? അന്നും ഇന്നും പറഞ്ഞത് ഇതുപോലുള്ള ക്ഷേത്രങ്ങളിൽ, ആരാധനാലയങ്ങളിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ആചാരങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ. അതാണല്ലോ അന്ന് വന്നത്. RSSൽപ്പെട്ടവരാണ് ഈ പ്രായ നിബന്ധന കൂടാതെ സ്ത്രീ പ്രവേശനം അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ പോയതെന്നുള്ളത് കൂട്ടത്തിൽ മറന്നു പോകേണ്ട. അപ്പം ആ കേസിന് മേൽ അഭിപ്രായം ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് ആചാരങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാണ്ഡിത്യമുള്ളവർ, ആചാരങ്ങളിൽ പരിഷ്കാരങ്ങൾ ആവശ്യമുണ്ട് എന്ന നിലയിൽ അഭിപ്രായം പറയുന്ന സാമൂഹ്യ പരിഷ്കർത്താക്കളിലെ പ്രമുഖർ, ഇവരടങ്ങുന്ന ഒരു സംവിധാനമുണ്ടാക്കി അവരോട് ചർച്ച ചെയ്ത് അവർ പറയുന്ന അഭിപ്രായം കൂടി കേട്ടുകൊണ്ട് വേണം ഇത്തരം കാര്യങ്ങളിൽ അന്തിമവിധിയിലേക്ക് നീങ്ങാൻ. ഇതാണ് പറഞ്ഞത്. കാര്യം പാർട്ടി എന്ന നിലയിൽ അഭിപ്രായം പറയേണ്ട ഒരു കാര്യമല്ല.
പാർട്ടി അഭിപ്രായം പറയേണ്ടത് സമൂഹത്തിൽ ചില സമവായങ്ങൾ രൂപപ്പെട്ടു വരുമ്പോഴാണ്. ഇതാണ് തുല്യതയ്ക്ക് പ്രാധാന്യം നൽകണമെന്നതിൽ ഊന്നിയായിരുന്നു അന്ന് വാദം. അത് പാർട്ടിയുടെ എപ്പോഴത്തെ സമീപനമാണ്. അപ്പോൾ അതിന് തന്നെ പ്രാധാന്യം നൽകിയത്. അത് മാത്രമല്ല, ഇതാണ് നിങ്ങൾ അതിൻ്റെ ഒരു ഡയലക്റ്റിക്കലായിട്ട് വൈരുദ്ധ്യാത്മകമായൊരു വശമുണ്ട്. ഒരു നിലപാട് പറയുമ്പോൾ ആ നിലപാട് ഇന്നത്തെ സാഹചര്യത്തിൽ എങ്ങനെ സാമൂഹികമായി ജനങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള വിഷയങ്ങളിൽ സാമൂഹികമായ ഒരു സമവായം സൃഷ്ടിച്ചുകൊണ്ടുകൂടി വേണം ഒരു തീരുമാനത്തിലേക്ക് എത്താൻ, ഒരു നിയമത്തിലേക്ക് എത്താൻ. അതാണ് സുപ്രീം കോടതി വിധി വന്നതിന് ശേഷവും അങ്ങനെ ഒരു നിലപാട് എടുക്കാമായിരുന്നു. പക്ഷേ സുപ്രീം കോടതി വിധി വരുമ്പം ധൃതിവെട്ടല്ല, ഒരുപാട് സമയമെടുത്തിട്ടാണ് സുപ്രീം കോടതി വിധി വരുന്നത്. സുപ്രീം കോടതി വിധി വരുമ്പോൾ അത് UDF ഗവൺമെന്റ് ആണെങ്കിലും LDF ഗവൺമെന്റ് ആണെങ്കിലും മറ്റൊരു ഗവൺമെന്റ് ആണെങ്കിലും സുപ്രീം കോടതി വിധി നടപ്പാക്കണം. അത് തിരക്കിട്ട നടപടി എടുക്കുന്ന പ്രശ്നമല്ല, ആ വിധി നടപ്പാക്കാൻ. ആ വിധി വന്നപ്പോൾ എല്ലാവരുടെയും പ്രതികരണം എന്തായിരുന്നു? ജന്മഭൂമി പത്രത്തിൽ 8 കോളം വാർത്തയാണ്, ഇതാ മഹത്തായൊരു വിധി വന്നിരിക്കുന്നു. UDFന്റെ നേതാക്കന്മാരുടെ പ്രതികരണം എന്താ? ആദ്യം നിങ്ങളെടുത്ത് പരിശോധിക്കും. പക്ഷെ അവർ വിശ്വാസികളുടെ വികാരം എന്താണെന്ന് മനസ്സിലാക്കി അവർ തിരുത്തൽ നടത്തിയിരുന്നു ആ സമയത്ത് തന്നെ, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മുൻകൂട്ടി കണ്ട്. പക്ഷേ LDFും CPM ഒക്കെ തിരുത്തൽ നടത്തിയത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമല്ല. അതിനെ സംബന്ധിച്ച് സമൂഹത്തിലുണ്ടാകുന്ന പ്രതികരണങ്ങൾ ഇതെല്ലാം കണ്ടിട്ട് സമൂഹത്തിൽ ഒരു സമവായമില്ലാത്ത കാര്യം, പ്രത്യേകിച്ച് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരിക്കലും സമൂഹത്തിന് മേൽ, വിശ്വാസികൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്നതാണ് CPIMന്റെ സുചിന്തിതമായ സമീപനം. ഇത് ഒരുപക്ഷെ ഈ പരിപാടി കേൾക്കുന്നവർക്ക് കൗതുകരമായിരിക്കും. ഇതിപ്പോൾ കേരളത്തിലെ സവിശേഷ സാഹചര്യത്തിൽ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ളതല്ല. ഈ പ്രശ്നം കാറൽ മാർക്സിന്റെയും എംഗൽസിന്റെയും കാലത്ത് ഉയർന്നുള്ളതാണ്. പക്ഷെ അന്ന് അടിച്ചേൽപ്പിച്ചു. സുപ്രീം കോടതിയിലേക്ക് റിവ്യൂ ഹർജികൾ എത്രയോ പോയി. പക്ഷെ അവിടെ ഒന്നും സംസ്ഥാന സർക്കാർ അതിലൊന്നും പങ്കാളിയാകാൻ ശ്രമിച്ചിരുന്നില്ല. ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നൊരു ചർച്ച നടത്താൻ തയ്യാറായില്ല. അതിനൊക്കെയുള്ള അവസരം ഉണ്ടായിരുന്നു അന്നും. അല്ല, മേശയ്ക്ക് ചുറ്റും ഇരിക്കണ്ട. കാരണം അന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനെ സ്വാഗതം ചെയ്യുകയാണ്. സുപ്രീം കോടതി വിശ്വാസികളുടെ വികാരം മനസ്സിലാക്കി നിലപാട് മാറ്റിയിരുന്നു. ഇതിപ്പോ ഇന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ വക്കിൽ വെച്ച് ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമല്ല. ഇപ്പം അതിനെക്കുറിച്ച് നിലപാടെടുത്തു കഴിഞ്ഞിരുന്നു. ആ നിലപാടെടുക്കുമ്പോൾ കേരളത്തിലെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതി വിധിയെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും സ്വാഗതം ചെയ്യുന്ന ഒരു വിധി നടപ്പാക്കണം. അത് തിരക്കിട്ട് നടപ്പാക്കാനുള്ള ശ്രമവും നടത്തിയിട്ടില്ല. അതിനെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നു. സുപ്രീം കോടതി തന്നെ ഇത് പുനഃപരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നു പറഞ്ഞു, പുനഃപരിശോധിക്കാൻ പറഞ്ഞു. അന്ന് സുപ്രീം കോടതിയുടെ മുമ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി സമർപ്പിച്ചതും വളരെ വ്യക്തമാണ്. ഈ പറഞ്ഞ പോലെ മത ആചാര പണ്ഡിതന്മാരെയും സാമൂഹ്യ പരിഷ്കർത്താക്കളെയും ചേർത്തുകൊണ്ട് ഇത് സംബന്ധിച്ച് അഭിപ്രായം രൂപീകരിച്ച് അതുകൂടി പരിശോധിക്കുന്നു. പക്ഷേ അത് ഉമ്മൻചാണ്ടി സർക്കാർ വളരെ വ്യക്തമായിട്ട് സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. അവിടെ യുവതികളെ പ്രവേശിപ്പിക്കരുത് എന്ന് തന്നെ പറഞ്ഞിരുന്നു. അതായത് VS സർക്കാരിൻ്റെ കാലത്തെ അഫിഡവിറ്റ് തിരുത്തിക്കൊണ്ട് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം VS സർക്കാർ പറഞ്ഞത് താങ്കൾ പറഞ്ഞതുപോലെ ഈ ആചാര്യന്മാരുമായിട്ട് ആലോചിക്കണം, അതുപോലെ തന്നെ പക്ഷേ തുല്യതയ്ക്ക് പ്രാമുഖ്യം നൽകണം, ഒരു പ്രായത്തിലുള്ള സ്ത്രീകളെയും തടയരുത് എന്ന് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ വ്യത്യാസം അവിടെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ പറയുന്നു മാക്സിയൻ തത്വങ്ങൾ അനുസരിച്ച് വിശ്വാസികളുടെ മേൽ ഒന്നും അടിച്ചേൽപ്പിക്കരുത് എന്ന്, അതിലേക്ക് വന്നു എന്ന്. അപ്പോൾ അത് വൈകി വന്നതല്ലേ എന്നുള്ള ചോദ്യം ഒരിക്കലുമല്ല. ഏറ്റവും ആദ്യം 1864 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സൈദ്ധാന്തിക നിലപാടുകൾ ആദ്യമായി ആവിഷ്കരിച്ചതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ആ കാഴ്ചപ്പാടാണുള്ളത്. ഞങ്ങളൊരു കൂസലുമില്ലാതെ ഞങ്ങൾ പറയും സമൂഹത്തിൽ മാറ്റമുണ്ടാവണം, പുരോഗതി ഉണ്ടാവണം, സ്ത്രീ തുല്യത ഉണ്ടാവണം. എന്നാൽ ഇതെല്ലാം ഈ തുല്യത, ആരാധനാലയങ്ങളിലുള്ള മാറ്റം, ഇതെല്ലാം വരുത്തുന്നത് ഒരു സാമൂഹ്യ സമവായം സൃഷ്ടിച്ചുകൊണ്ടാവണം. ഇതാണ് ഏറ്റവും ശാസ്ത്രീയമായ സമീപനം. മറിച്ച് BJPയും കോൺഗ്രസും ശുദ്ധ അവസരവാദപരമായ തട്ടിപ്പിന്റെ വക്താക്കളാണ്. അതാണ് ഈ കാര്യമെല്ലാം ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ തുല്യത എന്നതിനേക്കാൾ പ്രാമുഖ്യം കൊടുക്കുന്നത് സമവായത്തിനും വിശ്വാസികളുടെ താല്പര്യത്തിനുമാണ്. തുല്യതയിലേക്ക് എത്തണം. ആ തുല്യതയിലേക്ക് എത്താൻ സമയം പിടിക്കും. അപ്പൊ ഇപ്പം സമൂഹം എത്രത്തോളം സ്വീകരിക്കാൻ തയ്യാറായിട്ടുണ്ട് അത് നോക്കിക്കൊണ്ട് വേണം ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ എന്നുള്ളതാണ് LDFന്റെയും പാർട്ടിയുടെയും സമീപനം. ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ ഒരു നിലപാട് തുറന്നു പറയുവാൻ CPM മടി കാണിക്കുന്ന ഒരു സമയമാണ്. അതേസമയം നിലപാട് മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ശബരിമലയിൽ
എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കണം എന്നുള്ള നിലപാടിൽ നിന്ന് തെന്നിമാറി അത് വിശ്വാസികളുടെ വിശ്വാസ സംരക്ഷണത്തിന്, അവരുടെ വിശ്വാസത്തിന് അനുകൂലമായ ഒരു നിലപാടിലേക്ക് CPM എത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ കൊടുത്ത സത്യവാങ്മൂലത്തിലും പ്രതിഫലിക്കുന്നത്. പക്ഷെ അവിടെയും ഒരു ഇരട്ടത്താപ്പ് ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതായത് ഒരേ സമയം വിശ്വാസികൾക്കൊപ്പമാണ് സംസ്ഥാന സർക്കാരും ഇടതുപക്ഷവും എന്ന് പറയുന്നതിനൊപ്പം തന്നെ ഈ നവോത്ഥാന മൂല്യങ്ങളിലും ഞങ്ങൾ വെള്ളം ചേർത്തിട്ടില്ല അങ്ങനെ സ്ഥാപിക്കുവാനാണല്ലോ സംസ്ഥാന സർക്കാരിന്റെ ശ്രമം. ഇപ്പോൾ MA ബേബി ഇതിന് കൃത്യമായ ഒരു വിശദീകരണം കൂടി നൽകുകയാണ്. എന്താണ് പാർട്ടിയുടെ നിലപാട്, എന്താണ് ഇടതുപക്ഷത്തിന്റെ നിലപാട്? അതിൽ MA ബേബി പറയുന്ന കാര്യം, ഇപ്പോൾ ശബരിമലയിൽ യുവതീ പ്രവേശനം സാധ്യമാക്കുക എന്നത് പാർട്ടിയുടെയും ഇടതുപക്ഷത്തിന്റെയും മുന്നിലുള്ള ലക്ഷ്യമല്ല, മറിച്ച് അവിടെ വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കുക എന്നതാണ് പാർട്ടിയും ഇടതുപക്ഷവും ഉദ്ദേശിക്കുന്നത്. അതിനാൽ തുല്യത എന്ന കാര്യത്തിന്, അതാണല്ലോ എന്നും CPM ഉയർത്തിക്കാട്ടുന്നത്, സ്ത്രീ പുരുഷ തുല്യത, അവിടെ ഒരു തരത്തിലുള്ള വിവേചനവും പാടില്ല, ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് അങ്ങനെ ഒരു നിലപാട്, തുല്യതയ്ക്കെതിരെയുള്ള ഒരു നിലപാട് സ്വീകരിച്ചാൽ എന്നതാണല്ലോ. പക്ഷെ ഇവിടെ MA ബേബി പറയുന്നത് തുല്യതയിലേക്ക് എത്തിച്ചേരാൻ സമയമെടുക്കും, അതിന് ആദ്യം വേണ്ടത്, വിശ്വാസ കാര്യത്തിൽ ആദ്യം വേണ്ടത് സമവായമാണ്, അതിന് തയ്യാറാണെന്നാണ്. പക്ഷെ അവിടെയും വൈരുദ്ധ്യമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം 2018 സുപ്രീം കോടതിയുടെ വിധി വന്ന സമയത്ത് ഇങ്ങനെ ഒരു സമവായത്തിന് വേണമെങ്കിൽ അവസരം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് പാർട്ടിയുടെയും ഇടതുപക്ഷത്തിന്റെയും നിലപാട് ഉയർത്തിക്കാട്ടുവാനാണ് സർക്കാർ ശ്രമിച്ചത്, പാർട്ടിയും ഇടതുപക്ഷവും ശ്രമിച്ചത്. അവിടെ ഒരു സമവായത്തിന്റെയും സാധ്യതകൾ തേടിയില്ല. അത് മാത്രമല്ല, സുപ്രീം കോടതിയിൽ പല റിവ്യൂ ഹർജികൾ വന്നപ്പോഴും, യുവതീ പ്രവേശനത്തിനെതിരായ റിവ്യൂ ഹർജികൾ വന്ന സമയത്തും സംസ്ഥാന സർക്കാർ അതിനെ അനുകൂലിച്ചില്ല. പക്ഷേ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ്, അവിടെ വലിയ തോൽവി LDF ഉണ്ടായതിനു ശേഷമാണ് ഇങ്ങനെ ഒരു തിരിച്ചറിവിലേക്ക് പാർട്ടിയും മുന്നണിയും സർക്കാരും എത്തിയത് എന്ന കാര്യത്തിലും സംശയമില്ല. അത് പൊതുസമൂഹത്തിന് ബോധ്യമുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് തുറന്നു പറയുവാൻ സർക്കാരും ഇടതുപക്ഷവും മടി കാണിച്ചിരുന്ന ഒരു സമയത്താണ് സുപ്രീം കോടതിയിൽ നിന്ന് അവിചാരിതമായിട്ട് പെട്ടെന്ന് ഇക്കാര്യത്തിൽ ഒരു സത്യവാങ്മൂലം നൽകാൻ ആവശ്യപ്പെട്ടതും അവിടെ സർക്കാരും ഇടതുപക്ഷവും വെട്ടിലായതും. തമിഴ്നാട്ടിലെ 234 മണ്ഡലങ്ങളിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് TVK അധ്യക്ഷൻ വിജയ് പെരമ്പൂരിലും തൃച്ചി ഈസ്റ്റിലും മത്സരിക്കും. ജനറൽ സെക്രട്ടറി ബുസി ആനന്ദ് T നഗറിൽ നിന്നാകും ജനവിധി തേടുക. നാളെ പത്രിക സമർപ്പിക്കും. TVKയുടെ പ്രകടന പത്രികയും പുറത്തിറക്കിയിട്ടുണ്ട്. തമിഴക വെற்றிക്കഴക വേட்பாளர்கள் പട്ടിയൽ. പെരമ്പൂർ C. Joseph Vijay. திருச்சி கிழக்கு C. Joseph Vijay. അജയ് സുധ ബിജു വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അജയ്, MGRന് ശേഷം ഏറ്റവും തിളക്കമാർന്ന ഒരു താരപ്രവേശം, രാഷ്ട്രീയ പ്രവേശമാണ്. മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ആദ്യ മത്സരത്തിൽ വിജയ് ഇറങ്ങുന്നത്. അവിടെ 2 മണ്ഡലങ്ങളിൽ വിജയ് മത്സരിക്കുന്നു. 234 മണ്ഡലങ്ങളിൽ TVKയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വലിയ പ്രതീക്ഷയാണോ വിജയ് പങ്കുവെക്കുന്നത്? തീർച്ചയായിട്ടും ഇപ്പോൾ DMKക്കെതിരെ തന്നെയാണ് തങ്ങളുടെ പോരാട്ടം എന്ന് ഉറപ്പിച്ചുകൊണ്ട് അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്താണ് ഇന്ന് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് തമിഴ്നാട്ടിൽ ഇത്തവണത്തെ പോരാട്ടം DMKയും TVKയും തമ്മിലാണ്. DMKയുടെ അഴിമതി രാഷ്ട്രീയത്തിനെതിരെ TVKയ്ക്ക് ഒരവസരം നൽകണം എന്ന് അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയായിരുന്നു. പെരമ്പൂരിൽ വിജയ് മത്സരിക്കും എന്നുള്ള അഭ്യൂഹങ്ങളെല്ലാം കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ അദ്ദേഹം പെരമ്പൂരിനൊപ്പം തന്നെ തൃച്ചി ഈസ്റ്റിലും മത്സരിക്കും എന്ന് ഇന്ന് ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹം മത്സരിക്കുന്ന ഈ പെരമ്പൂർ മണ്ഡലം എന്ന് പറയുന്നത് DMKയുടെ ഒരു ഉറച്ച കോട്ടയാണ്. കഴിഞ്ഞ തവണ തന്നെ DMK ഇവിടെ നിന്ന് ജയിച്ചത് ഏതാണ്ട് 57,000-ലധികം വോട്ടിനാണ്. കഴിഞ്ഞ ഒരു 30-40 വർഷങ്ങൾക്കിടെ 2 തവണ മാത്രമാണ് ഈ സീറ്റ് AIADMKക്ക് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോഴും നിരവധി DMK തുടർച്ചയായിട്ട് അവിടെ സിറ്റിംഗ് സീറ്റായിട്ട് നിലനിർത്തി വരികയായിരുന്നു. അവരുടെ നിലവിലുള്ള അവിടുത്തെ സിറ്റിംഗ് MLA ആയിട്ടുള്ള MLA തന്നെയാണ്
ഇപ്പോഴും മത്സരിക്കുന്നത്. അവിടെയുള്ള DR ശേഖറാണ് നിലവിലെ സ്ഥാനാർത്ഥി എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. തിരുച്ചി ഈസ്റ്റിലും വിജയ് മത്സരിക്കും. അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളുടെ മണ്ഡലങ്ങളും കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കരൂരിൽ അവിടുത്തെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള VP മതിയഴകനാണ് മത്സരിക്കുന്നത്. അദ്ദേഹം ഈ കരൂർ കേസിൽ ഉൾപ്പെടെ അറസ്റ്റിലായ ഒരു പ്രധാനപ്പെട്ട TVK നേതാവായിരുന്നു. അതുപോലെ തന്നെ അവരുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബുസി ആനന്ദ് ടി നഗറിൽ നിന്ന് ജനവിധി തേടും. തിരുപ്പൻകുன்றത്തിൽ നിന്ന് CTR നിർമ്മൽ കുമാർ ജനവിധി തേടും. തിരുച്ചെങ്കോടിൽ നിന്ന് അരുൺ രാജ് ആയിരിക്കും മത്സരിക്കുക. അതുപോലെ ഗോപി ചെട്ടിപ്പാളയത്തിൽ നിന്ന് KA സെങ്കോട്ടയ്യൻ മത്സരിക്കും. വില്ലിപ്പാക്കത്തിൽ നിന്ന് ആദവ് അർജുനെ ജനവിധി തേടുമെന്ന് വിജയ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് സംസ്ഥാനത്തെ 234 മണ്ഡലങ്ങളിലും വിജയ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയായിരുന്നു. ശരി, എന്തായാലും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് TVK ഈ തെരഞ്ഞെടുപ്പിന് ഇറങ്ങുന്നത്. മുഖ്യമന്ത്രി സ്ഥാനമാണ് വിജയ് ലക്ഷ്യമിടുന്നത്. അജയ് സുധാ ബിജു വിവരങ്ങൾ നൽകിയത്. വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് ഓശാന ഞായർ ആഘോഷിക്കുകയാണ്. സംസ്ഥാനത്തെ വിവിധ പള്ളികളിൽ രാവിലെ ഓശാനയുടെ പ്രത്യേക പ്രഭാത നമസ്കാരം, കുരുത്തോല വാഴ്വ്, വിശുദ്ധ കുർബാന എന്നീ ശുശ്രൂഷകൾ നടന്നു. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശന സ്മരണയിലാണ് വിശ്വാസികൾ കുരുത്തോലയുമായി പ്രദക്ഷിണം നടത്തുന്നത്. ഓശാന ആചരണത്തോടെ ക്രൈസ്തവർ 50 നോമ്പിന്റെ അവസാന വാരത്തിലേക്ക് കടക്കുന്നു. വിവിധ ദേവാലയങ്ങളിൽ കുരുത്തോല തിരുനാളിലെ പ്രത്യേക പരിപാടികൾക്ക് മതമേലധ്യക്ഷന്മാർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിൽ നടന്ന ഓശാന ചടങ്ങിന് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ നേതൃത്വം നൽകി. എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ നടന്ന ചടങ്ങുകൾക്ക് വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലും നേതൃത്വം നൽകി. പാളയം സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ മുഖ്യ കാർമ്മികനായി. ദൈവനാമം ദുരുപയോഗിക്കരുത് എന്ന കൽപ്പനയുടെ പരസ്യമായ ലംഘനമാണ് യുദ്ധമെന്ന് കർദിനാൾ മാർ ബെസേലിയോസ് ക്ലിമീസ് കാതോലിക്ക ബാവ. ബോംബിട്ട് മനുഷ്യരെ കൊല്ലുന്നത് പാപമാണ്. യുദ്ധം അടുത്ത 5 വർഷത്തേക്കുള്ള നമ്മെ തളർത്തുമെന്നും ക്ലിമീസ് ബാവ പറഞ്ഞു. ദൈവത്തിന്റെ നാമം ദുരുപയോഗിക്കരുത് എന്ന കൽപ്പനയുള്ളപ്പോൾ അതിന്റെ പരസ്യമായ ലംഘനമാണിത്. നമുക്ക് ദൈവവഴിയിലൂടെ മുൻപോട്ട് പോകാം, പ്രാർത്ഥിക്കാം, സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കാം. യുദ്ധം ആരംഭിക്കുന്നത് മനസ്സിലാണല്ലോ, ഹൃദയത്തിലാണല്ലോ. മറ്റുള്ളവരെ പകയോടെ കാണുന്ന, അവരെ ഒറ്റപ്പെടുത്തി സംസാരിക്കുന്ന, അവരുടെ വിശ്വാസത്തിന്റെ പേരിൽ അവരെ എതിർക്കുന്ന ആ രീതി ഒരിക്കലും നമ്മുടേതല്ല. നമുക്ക് ദൈവാഭിമുഖ്യമുള്ള, ദൈവ പരിശുദ്ധാത്മ ചൈതന്യമുള്ള മക്കളായി വളരുന്നതിന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളെ അപലപിച്ച് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത മെത്രോപൊലിത്ത ഡോക്ടർ തോമസ് ജെ നെറ്റോ യുദ്ധങ്ങളുടെയും പിടിച്ചടക്കലിന്റെയും വേദിയായി ലോകം മാറുന്നു. ഇത് കാരണം സാധാരണക്കാർക്ക് ഗ്യാസ് പോലും ലഭിക്കാത്ത അവസ്ഥയാണ്. ആക്രമണങ്ങൾ ഒന്നിനും പരിഹാരമല്ല എന്ന് തോമസ് ജെ നെറ്റോ പറഞ്ഞു. യുദ്ധവാർത്തകളിലേക്കാണ്. ഇറാനിൽ കരയുദ്ധം ആരംഭിക്കാൻ അമേരിക്കൻ നീക്കം നടത്തുന്നതായി റിപ്പോർട്ട്. 3500 മറൈൻ ഉദ്യോഗസ്ഥരെ പശ്ചിമേഷ്യയിൽ വിന്യസിച്ചു. അതേസമയം സൈനിക നീക്കത്തിന് ട്രംപ് പച്ചക്കൊടി കാട്ടിയിട്ടില്ല എന്നാണ് വിവരം. യുദ്ധ സാഹചര്യം ചർച്ച ചെയ്യാൻ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഇസ്ലാമാബാദിൽ വിവിധ രാജ്യങ്ങളുടെ യോഗം ചേർന്നു. ഇറാന്റെ സഖ്യകക്ഷിയായ ഹൂതി വിമതർ ഇസ്രായേലിൽ 2ാം ഘട്ട ആക്രമണം നടത്തിയതോടെ സംഘർഷം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുമോ എന്ന ആശങ്കയിലാണ് ലോകം. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ താൽക്കാലിക വെടിനിർത്തൽ അല്ലെങ്കിൽ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല എന്ന പ്രഖ്യാപനം പോലും ഈ കരയുദ്ധത്തിനുള്ള തയ്യാറെടുപ്പാണോ എന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കുകയാണ്. ഇന്ന് അത് സ്ഥിരീകരിക്കുന്ന കൂടുതൽ വിവരങ്ങളാണോ വരുന്നത്? രേണുക, വാഷിംഗ്ടൺ പോസ്റ്റിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരം ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അവരുടെ ഈ റിപ്പോർട്ട് അനുസരിച്ച് ഒരു ഉയർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ടാണ് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത്. ഇതിൽ പറയുന്നത് 3500 അമേരിക്കൻ മറൈനുകളെ ഈ പശ്ചിമേഷ്യയിൽ എമ്പാടും വിന്യസിച്ചിട്ടുണ്ട് എന്നതാണ്. ഇതിനു മുൻപേ 2000 മറൈൻ ഉദ്യോഗസ്ഥരെ ഇവിടേക്ക് വിന്യസിച്ചു എന്നുള്ള വിവരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയധികം ഉദ്യോഗസ്ഥരെ ഒറ്റയടിക്ക് കൊണ്ടുവരുന്നത് ഇറാനിൽ ഒരു കരയുദ്ധം തുടങ്ങാനാണ് എന്നുള്ള
അഭ്യൂഹമാണ് ഇപ്പോൾ ശക്തമായിരിക്കുന്നത്. എന്നാൽ ഈ കരയുദ്ധം ഒരു വ്യാപകമായിട്ട് നടത്താനാകില്ല US പദ്ധതിയിടുന്നത്. കരയുദ്ധത്തിൽ ആദ്യം കുറച്ച് സൈനികരെ വിട്ടയച്ചുകൊണ്ട് ഈ വ്യോമാക്രമണം അതേസമയം തന്നെ ശക്തമാക്കിക്കൊണ്ടുള്ള ഒരു ഓപ്പറേഷനായിരിക്കും US മുന്നോട്ട് വയ്ക്കുക എന്നാണ് വിവരമുള്ളത്. എന്നാൽ ഇത്തരത്തിൽ US ഒരു കരയുദ്ധം ആരംഭിക്കുകയാണെങ്കിൽ അത് അവർക്ക് തന്നെ വലിയൊരു തിരിച്ചടിയാകാൻ സാധ്യതയുണ്ടെന്നാണ് പല വിദഗ്ധരും സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രംപ് നിലവിൽ ഈ ഒരു നീക്കത്തിന് പച്ചക്കൊടി കാണിച്ചിട്ടില്ല എന്നാണ് വിവരം ലഭിക്കുന്നത്. അതേസമയം പശ്ചിമേഷ്യയിൽ ഇപ്പോഴും സംഘർഷം രൂക്ഷമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹൂതി ഉമദർ കൂടി ഈ സംഘർഷങ്ങളിൽ പങ്കാളികളായതോടുകൂടി കൂടുതൽ പ്രദേശങ്ങളിലേക്ക് യുദ്ധം വ്യാപിക്കുമോ എന്നുള്ള ആശങ്കയുണ്ട്. ഇസ്രായേലിലെ പല പ്രദേശങ്ങളിലും ആക്രമണം നടത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും തെക്കൻ ഇസ്രായേലിലാണ് ഈ ആക്രമണങ്ങൾ ഹൂതി ഉമദർ അത് കടുപ്പിച്ചിരിക്കുന്നതെന്ന് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. എന്നാൽ ഈ ഹൂതികളുടെ ആക്രമണത്തിൽ എടുത്തു പറയത്തക്ക നാശനഷ്ടങ്ങളോ മറ്റ് സംഭവവികാസങ്ങളോ ഒന്നും ഇസ്രായേലിനുള്ളിൽ നടന്നിട്ടില്ല എന്നാണ് IDF ഉൾപ്പെടെ വ്യക്തമാക്കുന്ന കാര്യം. അതേസമയം ടെല്ലവീവിൽ ഇറാൻ നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മറുപടി ആക്രമണമായി ടെഹ്റാനിൽ ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇതുവരെ നടന്ന ഏറ്റവും വലിയ ആക്രമണമാണ് ഇറാനുള്ളിൽ നടന്നത്. ഏതാണ്ട് 701 സ്ഥലങ്ങളിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇതിലേതാണ്ട് 74% പ്രദേശങ്ങളിലും ടെഹ്റാനുള്ളിലാണ് എന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമുണ്ട്. ബൂഷഹർ പ്രവിശ്യയിൽ ഒരു കുടുംബത്തിലെ 4 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഉള്ളത്. ഖൂസസ്ഥാനിലെ ഒരു ജലസംഭരണ കേന്ദ്രം തകർന്നു. അതുപോലെ ലെബനനിൽ 3 മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു വിഷമിപ്പിക്കുന്ന വിവരം കൂടിയുണ്ട്. ഇതിനെ തുടർന്ന് പ്രദേശത്ത് ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട്. ബെയ്റൂട്ടിൽ ഉൾപ്പെടെ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ പ്രതിഷേധം ശക്തമാണ്. മാത്രമല്ല അമേരിക്കയിലെ വിവിധ സ്ഥലങ്ങളിൽ ഇപ്പോൾ DC സെൻട്രലിൽ ഉൾപ്പെടെ ഈ നോ കിങ്സ് പ്രൊട്ടസ്റ്റും ശക്തമായി തുടരുകയാണ്. അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിലെ ആഡംബര ഹോട്ടലിലെ ലഹരിവേട്ടയിൽ ഡോക്ടറടക്കം പിടിയിലായ സംഭവത്തിൽ അന്വേഷണം ക്രൂയിസ് പാർട്ടിയിലേക്കും. അറസ്റ്റിലായ ഇവന്റ് മാനേജ്മെന്റ് ഉടമ ഷോൺ ശനിയാഴ്ച കൊച്ചിയിലാണ് ക്രൂയിസ് പാർട്ടി നടത്തിയിരുന്നത്. ഇതിലേക്കും ലഹരി എത്തിയിരുന്നതായാണ് പോലീസ് സംശയിക്കുന്നത്. ഡോക്ടർ, അഭിഭാഷകൻ, ഇവന്റ് മാനേജ്മെന്റ് ഉടമ എന്നിവരെയാണ് ഇന്നലെ കൊക്കൈനുമായി ആഡംബര ഹോട്ടലിൽ നിന്ന് പിടികൂടിയത്. കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിലെ ആഡംബര ഹോട്ടലിൽ നിന്നും പ്രൊഫഷണൽസ് അടക്കമുള്ളവരെ മാരക ലഹരി മരുന്നുമായി പോലീസ് പിടികൂടി പിന്നീട് വിട്ടയച്ചത്. ഇതിലാണ് പോലീസിന്റെ കസ്റ്റംസിന്റെ അന്വേഷണം കൂടി പുരോഗമിക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട മുഖ്യ കണ്ണിയായ ഷോൺ കഴിഞ്ഞ തവണ ശനിയാഴ്ച കപ്പലിലും ഇത്തരത്തിലുള്ള ലഹരി കച്ചവടം നടത്തിയതായി അല്ലെങ്കിൽ ലഹരി പാർട്ടി നടത്തിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം ഏകദേശം ഡിസംബർ മാസത്തിൽ അനുബന്ധിച്ചും സമാനമായ രീതിയിൽ ഷോണിന്റെ നേതൃത്വത്തിൽ ഒരു ലഹരി കച്ചവടം നടത്തി, ലഹരി പാർട്ടി നടത്തി എന്ന നിഗമനത്തിലാണ് കസ്റ്റംസ് എത്തി നിൽക്കുന്നത്. ഇതിന്റെ ഭാഗമായി കൂടുതൽ തെളിവുകൾ ഇവർക്കെതിരെ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ പോലീസിന്റെയും കസ്റ്റംസിന്റെയും ഭാഗത്ത് നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. കല്ലൂർ സ്വദേശിയും അഭിഭാഷകനുമായ രോഹിത് നായർ, കല്ലൂർ സ്വദേശിയും റെസ്റ്റോറന്റ് ഉടമയുമായ ഓസ്റ്റിൻ ജോസ്, കെമിക്കൽ ട്രീറ്റ്മെന്റ് ബിസിനസ്സുകാരനായ ജിനോ മുരളി, ആലപ്പുഴ സ്വദേശിയും ന്യൂട്രീഷനുമായ അക്ബർ ഷാ, പന്തളം സ്വദേശിയും ദന്ത ഡോക്ടറുമായ ബെൻസി റാവുത്തർ, ഫിസിയോതെറാപ്പിസ്റ്റ് തെസ്ലി ഫാത്തിമ, കണ്ണൂർ സ്വദേശിനിയും ഏവിയേഷൻ വിദ്യാർത്ഥിയുമായ അമൽ റൌഫ്, തിരുവനന്തപുരം ശംഖുമുഖം സ്വദേശി ഷാജി ഫെർണാണ്ടസ് എന്ന ഷോൺ എന്നിവരെയായിരുന്നു പോലീസ് ഇന്നലെ പിടികൂടിയ സാഹചര്യമുണ്ടായി. എന്തായാലും ഇവർ ഇത്തരത്തിൽ ലഹരി കച്ചവടം നടത്തുന്ന അല്ലെങ്കിൽ ലഹരി പാർട്ടികൾ നിരന്തരം സംഘടിപ്പിക്കുന്ന ആളുകളാണെന്നൊരു നിഗമനത്തിലാണ് കസ്റ്റംസും എത്തി നിൽക്കുന്നത്. ഇവർക്ക് വിദേശത്ത് നിന്നുമാണ് ഇത്തരത്തിൽ മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കൾ എത്തിച്ചു നൽകുന്നത് എന്ന നിഗമനത്തിലാണ് പോലീസ് എത്തി നിൽക്കുന്നത്. എന്തായാലും ഇവരെ പിടികൂടി വിട്ടയക്കുന്ന സാഹചര്യമായിരുന്നു ഇന്നലെ സംഭവിച്ചത്. കാരണം അളവിൽ കുറഞ്ഞ ഇതായിരുന്നു ഇവരുടെ കൈവശം വെച്ചിരുന്നത്. എന്തായാലും പോലീസിന്റെ അന്വേഷണവും കസ്റ്റംസിന്റെ അന്വേഷണവും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. കൂടുതൽ തെളിവുകൾ ഇവർക്കെതിരെ ശേഖരിക്കുക എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ അടുത്ത ദൗത്യം. ഔമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ കുപ്രസിദ്ധ ഗുണ്ട അട്ടാണി അനീഷ് അറസ്റ്റിൽ. ഭക്ഷണം കഴിച്ചതിന്റെ പണം ചോദിച്ചതിന് ഹോട്ടലുടമയെ മർദ്ദിച്ച കേസിലാണ് അറസ്റ്റ്. വട്ടപ്പേര് വിളിച്ച് പരിഹസിച്ചതിന് യുവാവിനെ ക്രൂരമായി ആക്രമിച്ച കേസിലും അറസ്റ്റ് രേഖപ്പെടുത്തി. കൊച്ചി സെൻട്രൽ പോലീസാണ് അനീഷിനെ പിടികൂടിയത്. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ നിന്ന് പുക ഉയർന്നത് പരിഭ്രാന്തി പരത്തി. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. കുത്തനെയുള്ള കയറ്റം കയറുന്നതിനിടെയാണ് പുക ഉയർന്നത്. ബസ്സിലെ ജീവനക്കാർ അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ അഗ്നിശമന സേന സ്ഥിതി നിയന്ത്രണ വിധേയമാക്കി.
മുണ്ടക്കൈ ദുരന്തബാധിതർക്കുള്ള കോൺഗ്രസ് ഭവന നിർമ്മാണം വൈകുന്നതിൽ കുടിൽകെട്ടി സമരവുമായി ഡിവൈഎഫ്ഐ. കുന്നമ്പറ്റയിൽ കോൺഗ്രസിന്റെ ഭൂമിക്ക് പുറത്തുള്ള വഴിയിലാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കുടിൽകെട്ടിയത്. സംസ്ഥാന പ്രസിഡന്റ് ബി വസീഫിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഈ വയനാട്ടിൽ ഈ ദുരന്തബാധിതരെ മുൻനിർത്തി പണം പിരിച്ച് മുക്കിയ ഈ ദുരന്തത്തെ സുവർണാവസരമായി കണ്ട ഈ കോൺഗ്രസ് ഇന്ന് കേരളത്തിലുടനീളം പ്രചരണ പ്രവർത്തനങ്ങൾ, വാഗ്ദാനങ്ങൾ നൽകി പോവുകയാണ്. ആ കോൺഗ്രസിനെ തുറന്നു കാണിക്കാൻ ഇവിടെ കുടിൽകെട്ടി സമരം നടത്താൻ പോവുകയാണ്. കേരളത്തിലുടനീളം ഞങ്ങൾ കുടിൽകെട്ടി സമരം നടത്തും. ഇവിടെയും ഈ വയനാട്ടിലും ഞങ്ങൾ കുടിൽകെട്ടി പ്രതീകാത്മകമായി ഒരു സമരം നടത്താൻ പോവുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.